ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വൈകിയ സമയം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ബൈബിൾ ക്ലാസ്സിന്റെ 4ാമത്തെ ക്ലാസ്. ആദ്യത്തെ 3 ക്ലാസ്സുകളിൽ നാം ചിന്തിക്കുവാൻ ഇടയായി തീർന്നത് ദൈവത്തിന്റെ സൃഷ്ടിപ്പ്, മനുഷ്യന്റെ സൃഷ്ടി, പിന്നെ മനുഷ്യനെ ഏത് തോട്ടത്തിൽ നിന്നും പുറത്താക്കി മനുഷ്യന്റെ വീഴ്ച, ശാപം. അതാണ് ഏറ്റവും നല്ലത്. ഇന്നലെ രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, മനുഷ്യനെ ഏത് തോട്ടത്തിൽ നിന്നും പുറത്താക്കി അവനെ ഭൂമിയിൽ വേല ചെയ്യുവാനും, അല്ലേ, ഭൂമിയിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവനെ ആക്കി. അപ്പോ മനുഷ്യനെ എന്താണ് ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് എന്നാണ് ഇനി നമ്മുടെ അടുത്ത ക്ലാസ്. മനുഷ്യൻ എന്തായാലും പുറത്തു വന്നു, ഭൂമി വന്നു. ഇനി ദൈവത്തിനോട് അടുക്കാതിരിക്കാൻ പിശാച് ചെയ്യുന്ന പ്രവൃത്തികൾ എവിടെയാണ്, മനുഷ്യനിൽ എവിടെയാണ് പിശാച് തന്റെ പ്രവൃത്തികൾ ചെയ്യുന്നത്? അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ ദൈവം പറഞ്ഞു, പഞ്ചേന്ദ്രിയങ്ങളിലാണ് പോരാട്ടം എന്നുള്ളത്. ശരിയാണ്? ഏതൊക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ? ഏതൊക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ? ത്വക്കിനെ കുറിച്ച് നമ്മൾ ധാരണ, ത്വക്ക് എന്താണെന്ന് പറഞ്ഞ ആദവനോട്, ത്വക്കിന്റെ അവസ്ഥ എന്താവുന്ന ആദവനോട് പറഞ്ഞേ. അത് മണ്ണിൽ നിന്ന് എടുത്തിരിക്കുന്നു, മണ്ണിലേക്ക് ചേരും. അതിനെ കുറിച്ച് നമ്മൾ ഈ ബാക്കി 4 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ത്വക്കിന് പകരം നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് ഹൃദയം. ഹൃദയം നമ്മൾ ചിന്തിക്കണമല്ലോ. ആദ്യത്തെ സബ്ജക്ട് പാർട്ട് 1, മനുഷ്യൻ എന്നുള്ള ആ വസ്തുവിനെ നിർത്തി നമ്മളെ ചിന്തിക്കുന്നത് നാവ് എന്നുള്ളതാണ്. നാവ് നമുക്ക് പിടിച്ചാൽ കിട്ടാത്തതും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതും പിശാചിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ താല്പര്യമുള്ളതുമായ സംഗതിയാണ് നാവ്. ഈ മൃഗങ്ങളെ നമ്മൾ കടിഞ്ഞാണിടും, അല്ലേ? കടിഞ്ഞാണിട്ട് 24 മണിക്കൂർ അതിന്റെ കടിഞ്ഞാനെ പിടിച്ച് വലിച്ചോണ്ടിരിക്കുമോ? അത് അരുതാത്തത് ചെയ്യുമ്പോൾ അതിന്റെ ഉടയവൻ എന്ത് ചെയ്യും? വേദന എടുക്കുമ്പോൾ അതിനോട് എന്ത് ചെയ്യും? തിരിഞ്ഞു വരും. അപ്പൊ എപ്പോഴും നാക്കിനെ കടിഞ്ഞാണിട്ട് നാം എന്ത് ചെയ്യണ്ട, സൂക്ഷിക്കണ്ട. പക്ഷെ കടിഞ്ഞാൻ വേണം. എപ്പോഴാ വൈകട്ടെ? അരുതാത്തത് പറയുകയും സംസാരിക്കുകയും അതിനകത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെടുകയും ചെയ്യുമ്പോഴാണ് കടിഞ്ഞാണം പിടിച്ച് വലിക്കേണ്ടി വരും. ഇപ്പൊ നമ്മള് ബൈബിളിൽ നാവിനെ കുറിച്ച് ഒത്തിരി വാക്യങ്ങളുണ്ട്. 50-ലേറെ വാക്യങ്ങൾ ഞാൻ ഇന്നലെ റെഫർ ചെയ്തു. അതെല്ലാം എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റത്തില്ല, പഠിപ്പിക്കാനും പറ്റത്തില്ല. പക്ഷേ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, പിശാചിന്റെ മനുഷ്യന്റെ ശരീരത്തിൽ ഹൃദയം കഴിഞ്ഞാൽ പിശാച് എടുത്ത് ഉപയോഗിക്കുന്ന 1ാമത്തെ അവയവമാണ് നാക്ക്, അല്ലേ? ഞാൻ വിശുദ്ധനായതുകൊണ്ടല്ല നിങ്ങൾ മുമ്പിൽ നിന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ നാവുകൊണ്ട് ചെയ്തിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്. എവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതെന്ന് അറിയാമോ? എന്റെ നാവിലൂടെ ഞാൻ പാപം ചെയ്തിട്ടുണ്ട് കർത്താവേ എന്ന് പറയുമ്പോൾ എന്റെ നാവിൽ ദൈവശക്തി വ്യാപരിക്കും. അത് ഏറ്റവും പറഞ്ഞ് ഉപേക്ഷിക്കണം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കടിഞ്ഞാണിടുക എന്ന് പറയുന്നത് എങ്ങനെയാ? കടിഞ്ഞാണിടുക എന്ന് പറഞ്ഞാൽ അരുതാത്തത് സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആരെ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. എങ്ങനെ മിണ്ടാതിരിക്കണം? അപ്പൊ ഒന്ന് വലിച്ചെറിയണം, വായൊക്കെ അടയ്ക്കണം. ഞാൻ മിണ്ടാതിരുന്ന് ഞാൻ അറിഞ്ഞുകൊള്ളു. അപ്പൊ നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 5 മിനിറ്റ് വലിച്ചു പിടിച്ചാൽ തീരാവുന്ന. പക്ഷെ നമ്മളിത് വായിക്കാൻ വരുമോ?
നമ്മൾ അപ്പോൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്യും. ഏത്? ഈ നാവ്. ആർക്ക് എത്രമാത്രം ഉച്ചത്തിൽ പറയാമോ അത്രമാത്രം ഉച്ചത്തിൽ നമ്മൾ നാക്ക് എന്ത് ചെയ്യും? ഈ നാക്കാണ് ശരീരത്തെ മലിനമാക്കുന്നത്. അതുകൊണ്ടാണ് നാവിനെ കുറിച്ച് നാളെ പറയണമെന്ന് പറഞ്ഞത്. ഏത് പുസ്തകം മാറ്റി വെച്ചു? എന്തെങ്കിലും പുസ്തകമില്ല, എന്തെങ്കിലും വചനം മാത്രമേ ഉള്ളൂ. ഈ നാവ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദൈവം മനുഷ്യന് നാക്ക് കൊടുത്തത് എന്തിനാണെന്ന് അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. എന്തിനാ ദൈവം മനുഷ്യന് നാക്ക് കൊടുത്തേ? ദൈവത്തിന്റെ നാമത്തെ ഉയർത്താൻ, വർണ്ണിക്കാൻ, പിന്നെ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ, പിന്നെ നിന്റെ കൂട്ടുകാരോട്, നിന്റെ സഹവാസികളോട്, നിന്റെ അയൽവാസികളോട് സംസാരിക്കാൻ. അങ്ങനെ കൂടെ ഈ നാവിലൊരു ഗുണം. നമ്മളെ കുറിച്ച് മറ്റുള്ള നാവ് ഒന്നും നല്ലത് പറയത്തില്ലായിരിക്കാം, അത് നമുക്ക് പ്രശ്നമല്ല. അവരെ ആരെയും സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. പക്ഷെ നമുക്കൊരു പുതിയ തീരുമാനം ഇന്ന് പകൽ നമ്മൾ എടുക്കണം. എന്റെ നാവ് കൊണ്ട് എന്റെ ശരീരത്തെ മലിനമാക്കി ഞാൻ എന്റെ ദൈവത്തെ നിന്ദിക്കത്തില്ല. ഹല്ലേലൂയ. ഇനി എന്റെ നാവിനെ ഞാൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അതിൽ അവരോട് കൂടെയാണ് ഇത് പറയുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകുവാൻ വേണ്ടിയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ നിന്ന് അകറ്റുന്ന മനുഷ്യന്റെ പ്രവൃത്തികളിൽ ഒന്ന് അവന്റെ നാവാണ്. അപ്പോൾ ദൈവം ഇതെങ്ങനെയായിരിക്കണം? നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നവനായിരിക്കണം. അതുകൊണ്ട് തന്നെ നാവിനെ കുറിച്ച് പറയുമെന്ന് പറയുമ്പോൾ തന്നെ ആ അധികാരത്തെ, നാവിന്റെ മേലുള്ള അധികാരത്തെ വിട്ടുകൊടുക്കാൻ താല്പര്യമുള്ളവരാരും ഇത് കേൾക്കുന്നില്ല. മനസ്സിലായില്ല? ദൈവത്തിന് പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കുവാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ആദ്യം സമർപ്പിക്കേണ്ടത് അവന്റെ ആദരത്തെയാണ്. കാരണം അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പോൾ ഈ വചനങ്ങൾ മുഴുവൻ കേട്ടതിന് ശേഷം നമ്മളൊരു തീരുമാനമെടുക്കും. എന്റെ നാവ് കൊണ്ട് ഇനി ഞാൻ പാപം ചെയ്യുകയില്ല. അതിനകത്ത് ചില ഒളിഞ്ഞു കിടക്കുന്ന നന്മകൾ ദൈവം നമുക്ക് വേണ്ടി ഏതിനകത്ത്? ആ തീരുമാനത്തിനകത്ത്. ഹല്ലേലൂയ. യാക്കോബ് 3:5 എന്താ പറയുന്നത് നോക്കിക്കേ. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയും. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. നാവിനെ കുറിച്ച് യാക്കോബ് പറയുന്നത് എന്താണ്? ഇതൊരു ചെറിയ തീയാണ്. ഈ തീ, ചെറിയ തീ കാട് കത്തിക്കുന്നത് പോലെയുള്ള അവസരങ്ങൾ, അനുഭവങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒരു അവയവമാണ് നാവ്. ഹല്ലേലൂയ. ഈ നാവിനെ നാം എന്ത് ചെയ്യണം? വെള്ളം ഒഴിച്ച് എഴുതണം. കത്താൻ എന്ത് ചെയ്യരുത്? അനുവദിക്കരുത്. ഹല്ലേലൂയ. യാക്കോബ് അങ്ങനെ പറഞ്ഞതെങ്കിൽ നാം മനസ്സിലാക്കണം, ഇതൊരു ചെറിയ അവയവമാണെന്ന് യാക്കോബ് സാക്ഷ്യം പറയുകയാണ്. ഇതൊരു ചെറിയ അവയവമാണ്. സമം, ചെറിയ അവയവം സമം. അപ്പൊ എന്താ? ചെറിയ തീ. പറഞ്ഞേ, വായിച്ചേ. ചെറിയ തീ, കുറഞ്ഞ തീ, എത്ര വലിയ കാടാണെങ്കിലും ചെറിയ അവയവമായ നാവിനെ സമം ചെറിയ തീ. നമ്മൾ എപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു തുടങ്ങി എന്ന് ചില പ്രവാചകന്മാർ പറയുന്നത് കേട്ടില്ലേ? ഞാൻ വായ തുറന്നു നാവെടുത്ത് സംസാരിക്കുകയാണ്. ഞാൻ മൗനമായിരുന്നു, ഞാൻ മിണ്ടാതെയിരുന്നു, നാവിനെ അനക്കിയില്ല. ദൈവ പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്ന
നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അത്രേ വായു സംസാരിച്ച് നിന്റെ നാവിലൂടെ പുറത്തു വരുന്നത്. നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ദൈവത്തെ ദുഷിക്കുവാൻ വേണ്ടി നീ അടക്കി വെച്ചിരിക്കുന്ന ചിലത് ചില സമയങ്ങളിൽ പൊങ്ങി വരുമ്പോൾ നാം മനസ്സിലാക്കണ എന്റെ ഹൃദയത്തിന്റെ എവിടെയോ ഒളിഞ്ഞു കിടന്നിരുന്നു. എനിക്ക് പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ എടുത്ത് ഉപയോഗിച്ചു. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ നിന്ന് അകലുവാൻ പിശാച് ഉപയോഗിക്കുന്ന ഈ അവയവം. അതിനകത്ത് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, നാവ് കൊണ്ടാണ് കള്ളം പറയുന്നത്. ദൈവത്തിന്റെ കൽപ്പനയിൽ ഒരു കൽപ്പനയുണ്ട്, കള്ളം പറയരുത്, നുണ പറയരുത്, അല്ലേ? എന്താ കള്ളം? നീ കള്ളവാ പറഞ്ഞേ എന്ന് നമ്മൾ പറയുന്ന ചെയ്തതിനെ ചെയ്തില്ലെന്നും ചെയ്യാത്തതിനെ ചെയ്തു എന്നും പറയുന്നതാണ്. നിത്യം ബിരിയാണി കഴിച്ചു കേട്ടോ, അപ്പൊ ഞാൻ അതിന് സമർപ്പിച്ചാൽ അത് കള്ളമാണ്. വീട്ടിലിരുന്ന് 1000 രൂപ കൈചേർത്ത് എടുത്തു, കട്ടെടുത്ത് ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ സമർപ്പിക്കാൻ ശ്രമിച്ചാൽ കള്ളമാണ്. എന്താണ് നുണ? കള്ളം തന്നെയാണ് നുണയെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നത്. നുണയെന്നല്ല, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉണ്ടാക്കി നിന്റെ മേൽ ആരോപിക്കുന്ന കുറ്റത്തെയാണ്. ഞാൻ അതിലെ പോയപ്പോ ആ സഹോദരി അവിടെ നിന്ന് മറ്റേ ആളുമായി സംസാരിക്കുന്ന ആര് കണ്ടു. ഇത് കേട്ട നമ്മുടെ ഉള്ളിൽ ഒരു സ്പിരിറ്റ് കയറി. അപ്പൊ ആ പറഞ്ഞ വ്യക്തി എന്താ ചെയ്തേ? നുണയാ പറഞ്ഞത്, ഉണ്ടാക്കി പറഞ്ഞു. കള്ളമാണ് എങ്കിലും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടിപ്പ് നടത്തി. ആ സൃഷ്ടിപ്പ് വ്യാജമായിരുന്നു. അതിനെ നുണ പറയുന്നത്. കള്ള സത്യം ചെയ്യരുത്, നുണ പറയരുത്, കള്ളം പറയരുത്, പോഷക പറയരുത്, നാവ് കൊണ്ട് ശമിക്കരുത്, ഏഷണി പറയരുത്, നീ കോപിക്കുമ്പോൾ ദുർവൃത്തരുത്, നിന്റെ നാവ് കൊണ്ട് നീ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, കർത്താവേ ഞാനൊരു പാപിയാണെന്ന്. ഞാൻ എന്റെ നാവ് കൊണ്ട് പാപം, അല്ലാതെ ഞാൻ വിശുദ്ധനാണെന്നോ ഞാൻ പരിശുദ്ധനാണെന്നോ നീ സമർപ്പിച്ചാൽ ദൈവ പ്രവൃത്തി എന്റെയും നിന്റെയും ജീവിതത്തിൽ എന്തില്ല. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നാവിന്റെ മേലുള്ള അധികാരം നമ്മുടെ ശരീരത്തിൽ ദൈവം തരും. അതിനകത്ത് പറയുമ്പോൾ നമ്മുടെ ഫോൺ എടുക്കില്ല, യഥാർത്ഥത്തിൽ സംസാരിക്കാൻ നമ്മുടെ നാവിനെ നാം എന്ത് ചെയ്യില്ല, ഉപയോഗിക്കില്ല. ഇതുവരെ മറയപ്പെട്ടിരുന്ന സത്യമാണെങ്കിൽ ഇന്ന് വൈകാലം നമ്മളിൽ ചിലർക്ക് ഇത് വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവിക നന്മയാണ്, അല്ലേ? നമ്മളത് നിസ്സാരമായിട്ടാണ് നാവിനെ വെച്ചിരുന്നത്. ഇത്രയും നാൾ നമ്മൾ ഈ നാവിനെ കള്ളം പറയരുത്, നുണ പറയരുത്, കള്ളസത്യം ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നാവിനെ കുറിച്ചൊരു പ്രസംഗം നമുക്ക് കേൾക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കണ്ണിനെ കുറിച്ചുള്ള പ്രസംഗം, ചെവിയെ കുറിച്ചുള്ള പ്രസംഗം, ഹൃദയത്തെ കുറിച്ചുള്ള എല്ലാവർക്കും പ്രസംഗിക്കുവാനുള്ളത് പഴയ നിയമ ഭക്തന്മാരെ ദൈവം നടത്തിയ വഴികളും പിന്നെന്താ അനുഗ്രഹങ്ങളും നന്മകളും, പിന്നെ പ്രൊഫസി. ഇതിന്റെ പുറകെ ആയിപ്പോയി ആര്? മനുഷ്യൻ. ഇതിന്റെ പിന്നിലെ പൈശാചിക ഉദ്ദേശം എന്താ മനസ്സിലായോ? ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുക. ഹല്ലേലൂയ. 2 തിമോഥെയോസ് 3:2 വായിച്ചാട്ടെ. 2 തിമോഥെയോസ് 3:2. മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ഈ ലോകത്തിലെ സാധാരണ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് അവിടെ ദർശിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഭൂമിയിൽ എന്നുള്ളതാണ്. ഈ മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട്.
അവൻ സ്വസ്വയാണ്, സ്വയമായി മാത്രമേ നന്മ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നുള്ളൂ. രണ്ടാമതുകൊണ്ട് ഇവൻ സമ്പാദിക്കുന്നത് മൊത്തം ദ്രവ്യം സംഭരിക്കുവാൻ, പണസമ്പാദനം. എങ്ങനെ വീണാലും 4 കാശ് ഉണ്ടാക്കണം. പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു പരിപാടിയാണ് എന്ത്? പൊങ്ങച്ചം. വമ്പ് പറയുക, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ നോക്കുക. എന്റെ പപ്പ നല്ലത് അല്ലേ, എന്റെ ഭാര്യ ഏറ്റവും നല്ലത്, എന്റെ അമ്മച്ചി, എന്റെ അപ്പച്ചൻ, എന്റെ പൂർവിക സ്വത്തുക്കൾ, എന്റെ സമ്പാദ്യമല്ല, ഇതൊന്നും ഇല്ലായിരിക്കും. എന്നാൽ ഇതെല്ലാം ബെസ്റ്റ്. മറ്റുള്ളവരെക്കാൾ എനിക്ക് ഉണ്ടെന്ന് മറ്റുള്ളവരോട് കള്ളസാക്ഷ്യം പറയുന്ന പ്രവൃത്തിയാണ് വമ്പ് പറയുക എന്ന് പറയുന്നത്. നമ്മളിത് പ്രസംഗിച്ചു പോകുമ്പോൾ, പഠിച്ചു പോകുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഹൃദയങ്ങൾ ഉറക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റു പറഞ്ഞ് വിട്ടാൽ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരും. അനുഗ്രഹം എന്തേ വരാത്തെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അനുഗ്രഹം വരാത്തതിന്റെ കാര്യമാണ് നമ്മുടെ ശരീരമാണ് അനുഗ്രഹം ഈ ഭൂമിയിൽ അനുഭവിക്കുന്നത്, അല്ലേ? നമ്മുടെ ശരീരം അല്ലേ ഈ ഭൂമിയിൽ അനുഗ്രഹം അനുഭവിക്കുന്ന ആരാ? മനുഷ്യന്റെ ശരീരമാണ്. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അനുഗ്രഹം വേണോ? വേണ്ട. മരിക്കുന്നതിന് മുമ്പ് അത് എന്തുകൊണ്ട് ഞാനും നീയും അനുഭവിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട ഒന്ന് എന്തെങ്കിലും ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അത് കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോ ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വരും. അവിടെ കാണുന്നു വമ്പ് പറയുന്ന നാവ്. ആദ്യം നമ്മൾ പറഞ്ഞു ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നത് പോലെ നാവ് ചെറിയ അവയവമെങ്കിലും വലിയ പ്രവൃത്തികൾ ചെയ്യും. ലോകത്തൊരിക്കലും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തതുമായ ഒരു വസ്തുവിനെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒന്നാണ് നാവ്. ഒന്ന് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് പറഞ്ഞേ, കർത്താവേ ഞാൻ ഒരിക്കലും ഇനിമേൽ വമ്പ് പറയുവാൻ ദൈവം അനുവദിക്കല്ലേ. ഹല്ലേലൂയ. കൈവിട്ട് പറഞ്ഞേ, കർത്താവ് ഇനി ഞാൻ വമ്പ് പറയുന്ന നാവായി എന്റെ നാവിനെ കർത്താവെ ഒരിക്കലും ഞാൻ ഉപയോഗിക്കരുത്. ഞാനത് ഏറ്റവും പറഞ്ഞ് ഉപേക്ഷിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സങ്കീർത്തനം 17:10 എന്താ പറയുന്നത്? വമ്പ് പറയുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു സംഗതി അവിടെ കാണാം. വമ്പ് പറയുന്നവരുടെ ഹൃദയത്തെ അടച്ചു വെച്ചിരിക്കാതെ. ഇത് പറയാൻ പറഞ്ഞപ്പോഴും ആരെങ്കിലും പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഹൃദയത്തെ ആരടച്ചു വെച്ചിരിക്കുക? ഞാൻ തന്നെ അടച്ചു വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് പറഞ്ഞില്ലേ, നമ്മുടെ ഹൃദയത്തെ മാത്രമാണ് ദൈവത്തിനെ എടുത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത്. കഴിവില്ലാത്തതുകൊണ്ടല്ല, ബലമില്ലാത്തതുകൊണ്ടല്ല, ശക്തിയില്ലാത്തതുകൊണ്ടല്ല, വിട്ടുകൊടുക്കാത്തതുകൊണ്ടല്ല. ആര് വിട്ടുകൊടുക്കണം? നമ്മൾ. ഈ വമ്പ് പറയുന്ന നാമെങ്കിലും ഉണ്ടെന്ന് സമ്മതിക്കുമ്പോൾ ദൈവം ആ ഹൃദയത്തെ തുറന്ന് അതിനകത്തേക്ക് വരും. അപ്പോൾ നാം മനസ്സിലാക്കണം, വമ്പ് പറയുന്ന നാവുള്ള വ്യക്തിയുടെ ഹൃദയം അടഞ്ഞിരിക്കുകയാണ്. അവന് എത്ര തുള്ളിയിട്ടും, എത്ര ആരാധിച്ചിട്ടും, എത്ര അന്യഭാഷ പറഞ്ഞിട്ടും, എത്ര ഗാനങ്ങൾ പാടിയിട്ട് കാര്യമില്ല. കാരണം എന്താ? ഹൃദയം അടഞ്ഞിരിക്കുന്ന മനുഷ്യൻ ദൈവവുമായി ഒരു ബന്ധമില്ലാത്ത വ്യക്തിയാണ്. ഹൃദയത്തെ തുറക്കണം. ഞാൻ വാദിക്കൽ വന്ന് എന്ത് ചെയ്യുന്നു? മുട്ടുന്നു. ആരാ വാദിക്കൽ മുട്ടുന്ന? ലക്ഷ്മിയുടെ വാദിക്കൽ, ഹൃദയത്തിന്റെ. യേശു കർത്താവ് വാദിക്കൽ നിന്ന് മുട്ടുകയാണ്. ലക്ഷ്മ ഓപ്പൺ അമ്മ ഓപ്പൺ. അമ്മ പറയാതെ ഞാൻ തുറക്കത്തില്ല, ഇപ്പൊ സമയമില്ല, കളിച്ചോണ്ടിരിക്കുക. അങ്ങനെ പറയുമോ? ഇല്ല. സങ്കീർത്തനം 12:3 വായിച്ചാട്ടെ. കുറച്ച് വാക്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. യഹോവ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. യഹോവ ഇത് കേട്ട് മടുത്തു. ഒരു 40 വർഷം കുറെ പേര്, അത് കഴിഞ്ഞിട്ട് അതിന്റെ പുറകെ. അതിന് നോക്കുന്ന കാലത്ത് അത് വേറെ. കുറച്ചുപേരെ വെള്ളത്തിൽ മുക്കി പോകുന്നു, കുറച്ചുപേരെ തീക്കാത്തിട്ട് പോകുന്നു.
എന്നിട്ടും ഈ പരിപാടി നിർത്താൻ പിശാച് വന്നിട്ടില്ല. പിശാച് ഇതിനെതിരെ 2024 വരെ കൊണ്ടുവന്നിരിക്കുക. ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിക്ക് തോന്നണം ഇവന് എന്തോ വ്യത്യാസം വന്നു. എങ്ങനെ വ്യത്യാസം വരുന്നത്? നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ എന്തോ ഒരു വ്യത്യാസം. ആ വ്യത്യാസം വരുന്നതിന്റെ കാരണം നമ്മുടെ നാവിന് ഒരു വ്യത്യാസം വരണം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, വമ്പ് പറയുന്ന നാവിനെ വേറെ ആരും പിടിച്ചു വെച്ച് എന്ന് പറയാറില്ലേ, നാക്കിനോട് നീട്ടി കത്തിയെടുത്ത് ആ കത്തിയെടുത്ത് ആ നാവിനോട് വെച്ച് പറയാറില്ലേ, അപ്പൊ പറയാറില്ലേ? ആ ദൈവം പറയാണ്, ഞാൻ ഛേദിച്ചോളെ. ആർക്കും തടുക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ കോപം നമ്മുടെ ശരീരത്തിൽ വരുന്നതിന് മുമ്പ് ദൈവം അലേർട്ട് തരികയാണ്. നിന്റെ നാവിനെ ബന്ധിക്കുന്ന ബന്ധനങ്ങളെ അഴിച്ച് ഇന്ന് രാത്രിയിൽ നിനക്കും എനിക്കും വിടുതൽ തരുന്ന ഒരു ദൈവശബ്ദം നിന്നോട് എന്നോട് സംസാരിക്കുന്നു. നിന്റെ നാവിനെ വിട്ടുകൊടുക്കുക. നിന്റെ നാവ് ഉപ്പിനാൽ രുചി വരുന്നതും കൃപയോടുകൂടിയതും ആയിരിക്കണം. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് സംസാരിക്കുന്ന ഒരു അവയവമായിരിക്കണമെന്ന് നാവ്. അത് കേൾക്കുന്നവർക്ക് ആത്മീയമായ വർധനം ഉണ്ടാകണം. എങ്ങനെ? ഉപ്പില്ലാതെ കറി വെച്ചാൽ എങ്ങനെ ഇരിക്കും? എത്ര നല്ല കറി വെച്ചാലും ഈ കറി കൊള്ളത്തില്ല. അതിന് കൃത്യമായ ഉപ്പ് വന്നാൽ എന്താ പറയുക, സൂപ്പർ ഫുഡായിരുന്നു. എനിക്ക് ഉപ്പ് കൂടിയാലോ? അപ്പൊ നമ്മുടെ നാവിനെ ശുദ്ധീകരിച്ചെന്ന് പറഞ്ഞിട്ട് ഈ കൂടുതലൊന്നും വർത്താനം പറയാൻ നീട്ടാ. ഹലോ, ഞാൻ ഇന്നലെ രാത്രി എന്റെ നാവിനെ ശുദ്ധീകരിച്ചു, ദൈവത്തിന് കൊടുത്തു. അതുകൊണ്ട് ഇന്ന് ഞാൻ കൂടുതൽ ഉപ്പ് കൂടിയാലും പ്രശ്നമാണ്. ആർക്ക്? അയൽവാസികൾക്ക്, കേൾക്കുന്നവർക്ക്, കൂട്ടുകാർക്ക്, സഭക്കാർക്ക്. ഉപ്പ് കൂടിയാലും പാദത്തിന് ഉപ്പ് മതി, നിർമ്മലരായിരിക്കണം. അവിടെ പറയുന്നു, യഹോവ നാവിനെ ഛേദിച്ചു കളയും. 1 യോഹന്നാൻ 3:21 എന്താ പറയുന്നത്? പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റമിരിക്കുന്നതിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. ഈ നാവുമായി സംബന്ധിച്ച് ദൈവത്തിന് പറയുവാൻ ഒരു കാര്യം, നിന്റെ ഹൃദയം നിന്റെ നാവിനെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദൈവവുമായി പ്രാഗൽഭ്യമുണ്ട്. ഞാൻ പറയണ്ട നിന്റെ നാവ് കൊള്ളത്തില്ലെന്ന്. നിന്റെ നാവ് ശരി, വാ ഉറക്കണം എന്ന് ഞാൻ പറയണ്ട. അത് നീയും ദൈവവുമായുള്ള പ്രാഗൽഭ്യമാണ്. ഈ വ്യാജം പറയുന്ന നാവും, കള്ളസത്യം ചെയ്യുന്ന നാവും, അന്യമായിട്ടുള്ള ആവശ്യമില്ലാത്ത വാക്കുകൾ ഉച്ചരിക്കുന്ന നാവും വെച്ചിട്ട് ആരാധിച്ചാൽ ഈ ആരാധന ഈ തട്ടുവിട്ട് മുകളിലേക്ക് പോകത്തില്ല. ശുദ്ധീകരണം വരേണ്ടത് നാവിനാണ് ആദ്യമായി. ഈ അകന്നുപോയ മനുഷ്യൻ അകന്നു പോകാനുള്ള കാരണം എന്താണെന്നറിയാമോ? ആരുടെ നാവ്? പിശാചിന്റെ നാവ്. വിശ്വസിക്കും അല്ലേ? മനസ്സിലെ പാമ്പ് വന്ന് ഹൗവയോട് പറഞ്ഞാണോ? അല്ല, പാമ്പ് വന്ന് ഹൗവയോട് വാങ്ങോട് സംസാരിച്ചു. എന്ത്? ഇത് ഭക്ഷിക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ സംസാരമില്ലേ? ഉണ്ട്. ഒരാൾ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പാമ്പിന്റെ നാവിനെ നടുക്ക് വെച്ച് ദൈവം പാമ്പിന്റെ നാവിനെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന് അവന്റെ നാവിനെ മുറിച്ചു കളഞ്ഞത്. അങ്ങനൊന്നും ബൈബിളിലില്ല. ഒരാൾ പറഞ്ഞതാ, നമ്മുടെ നാവിനെ ഇരിക്കുന്നത് അതൊന്ന് പ്രവൃത്തിയുണ്ടായിരിക്കും. എന്തെങ്കിലും പറയുന്ന ആർക്കെങ്കിലും മനസ്സിലാവും. ഇന്ന് പാമ്പിന് എന്തെങ്കിലും നമ്മളോട് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് മനസ്സിലാവും. ഹലോ, നാവിലൂടെയാണ് പാപം ഹൗവയിലേക്ക് എത്തപ്പെട്ടത്. ഈ പ്രവൃത്തി മനുഷ്യനിലേക്ക് കയറ്റി വിടുകയായിരുന്നു പിശാചിന്റെ ഉദ്ദേശം. അവന്റെ നാവ് കൂടി ദൈവത്തെ തള്ളി പറയണം, ഉപേക്ഷിക്കണം, ത്യജിക്കണം നാവ് കൊണ്ട്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ, നീ നിന്റെ നാവ് കൊണ്ട് തന്നെ
ഞാൻ കർത്താവെന്ന് ഏറ്റു പറയണം. മനസ്സിലായോ നാമിന്റെ പ്രസക്തി? ഞാൻ വിശ്വസിക്കുന്നു എന്ന്, ഞാൻ നിന്റെ മകനായി തീരുമാൻ ആഗ്രഹമുണ്ടെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, ഹൃദയത്തിൽ വിശ്വസിച്ച് ആണോ? അങ്ങനെയാണോ? നിന്റെ വാകൊണ്ട് ഏറ്റു പറയണോ? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാണോ പറഞ്ഞേ? എന്താണ് പറഞ്ഞേ? പിശാച് ഉപയോഗിക്കുന്ന ഒരു അവയവം ഇത്. ആ അവയവത്തിൽ കൂടെ തന്നെ ദൈവത്തെ നീതിയണം. അപ്പൊ ദൈവവുമായി കുറ്റമറ്റ മനസ്സാക്ഷിയിൽ ജീവിക്കുക എന്നുള്ളതാണ് എന്റെ നിന്റെ ഉത്തരവാദിത്വം. എന്തെങ്കിലും പാപത്തിന്റെ വാക്കുകളോ പ്രവൃത്തികളോ നാവിലൂടെ വന്നാൽ അന്ന് ആ ദിവസം തന്നെ ഉറങ്ങുമെന്ന് ദൈവത്തോട് ചെയ്യണം, ക്രമപ്പെടണം. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാട്ടെ. ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കണം, പക്ഷെ വിശ്വസിച്ച കാര്യം നിന്റെ നാവ് കൊണ്ട് നീ ഏറ്റു പറയണം. ഈ നാവിനകത്ത് പുറപ്പെടുന്ന ഒരു ശക്തിയുണ്ട്, ഒരു അധികാരമുണ്ട്. എന്താണ്? ഹൃദയം കൊണ്ട് വിശ്വസിച്ച കാര്യം പറയുമ്പോൾ അത് കേൾക്കുന്ന പിശാചിന് മനസ്സിലാവും, ഇവൻ എന്റെ കയ്യിൽ നിന്ന് പോയി. അതവൻ കേൾക്കാൻ വേണ്ടിയാ പറയാൻ പറഞ്ഞേ. ദൈവം പറയുന്നത് നീ ദൈവവുമായിട്ടൊരു കോംപ്രമൈസ്. അതായത് ഞാൻ പാപം ചെയ്യും, നിന്നോട് ഏറ്റു പറയും, ഞാൻ പാപം ചെയ്യും, നിന്നോട് ഏറ്റു പറയും. അങ്ങനെയാണോ? അല്ല. കർത്താവേ, ആ നാവിന്റെ മേലുള്ള അധികാരത്തെ പരിശുദ്ധിയാത്മാവിനാൽ ഒരു നിയന്ത്രണം, ഒരു കടിഞ്ഞാണിടുവാൻ നമ്മൾ വിടാതിരിക്കും. നമ്മൾ വായി കൊടുത്തിരിക്കുന്നു. നിന്റെ വായിലല്ല, എന്താ നിന്റെ വായി നാക്കില്ലേ? എന്തിനാ? ഒപ്പത്തിനൊപ്പം പറയാൻ അല്ലേ? ദൈവത്തെ ചോദിക്കില്ല, മനുഷ്യൻ ചോദിക്കും. നീ നാം മിണ്ടാതിരിക്കുന്നേ, അവന് ഇഷ്ടമല്ല മിണ്ടാതിരിക്കുന്നത്. ആർക്ക്? അവൻ ഒപ്പത്തിനൊപ്പം പിടിച്ച് അതിരുകൾ കടന്ന്, വാക്കുകൾ കടന്ന്, സംസാരത്തിന്റെ സൗണ്ടുകൾ കടന്ന് അയൽവക്കത്തുള്ളവർ അറിയണം ഇവിടെ ദൈവമക്കൾ പാർക്കുന്നു. എവിടെ? എവിടെ? നമ്മളെ വീട്ടിൽ. അതിന് വിശാലത്തിൽ പറയണം, ഒപ്പത്തിനൊപ്പം പറയണി, വിടരുത്, ഓടിച്ചിട്ട് പറയണി. മുമ്പേ പോകുന്ന ആളെ പുറകെ ഓടിയിട്ട് പോയി പറയും, നിക്ക് പറയാറുണ്ട്. അതിന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇല്ല, എനിക്ക് പറയണം. എവിടെ? വഴിയിൽ. നമ്മളെ പരസ്യമായി നിന്ദിക്കാൻ പിശാച് ഉപയോഗിക്കുന്ന ഒരു അവയവമാണ് നാം. അത് തിരിച്ചറിയുമ്പോൾ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയുകയും ചെയ്യണം. റോമർ 10-9 വാക്യം വായിച്ചു. അതിന്ന് രാവിലെ നമ്മൾ വായിച്ച വാക്യം അല്ലേ? ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് വായ കൊണ്ട് ഏറ്റു പറയണം. മാർക്കോസ് 7:6. അവൻ അവനോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. എന്താ പറഞ്ഞേ? കപടഭക്തിക്കാരായ നിങ്ങളെ കുറിച്ച് യെശയ്യാവ് പറഞ്ഞത് ശരി. അപ്പൊ സംസാരിക്കുന്ന ആരോടാ? ഭക്തജനത്തോടാ, ഭക്തന്മാരോടാ. ഇവർ വാക്കുകൊണ്ട് ഭക്തിയുള്ളവരും ഹൃദയം കൊണ്ട് ദൈവത്തോട് അകന്നിരിക്കുന്നവരും. വിശ്വാസിന്റെ വലിയ ടെക്നിക്കാണ്. നമ്മളെ കാണുമ്പോൾ സ്വപ്നം അല്ലെങ്കിൽ പ്രൈസിലോടും ഒക്കെ നമ്മൾ കൊടുക്കുന്ന കാണുമ്പോൾ എല്ലാരും വിചാരിക്കും ഇതുപോലൊരു ആത്മീയ മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ഇല്ല. വിശ്വാസത്തിൽ വലിയൊരു പോളിഷ് ചെയ്ത് നമ്മളെ ഒന്നിങ്ങനെ പൊക്കി വെച്ചു. പക്ഷെ ദൈവം നോക്കും നമ്മുടെ ഹൃദയത്തെ. നമ്മുടെ ഹൃദയത്തെ നോക്കി ദൈവം നമ്മളെ കുറ്റം വിധിക്കുവാൻ ഒരിക്കലും ഇടവരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അയൽവക്കത്ത് പോയി പറഞ്ഞിട്ട് നീ വന്നിനി എത്ര കൈകരിച്ചാലും ഈ ആരാധന തടസ്സിന്റെ മുകളിലേക്ക് പോകില്ല. പ്രവാചകൻ അവിടെ ഭക്തരായ കപടഭക്തരായ ചിലരോട് പറയുന്ന വാക്കുകളാണ്. ആരുദ്ധരിച്ചത്? മാർക്കോസിന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. 1 യോഹന്നാൻ 1:9 എന്താ പറയുന്നത് നോക്കിക്കേ. 1
നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമുക്കൊരു തെറ്റ് പറ്റിയെന്ന് നമ്മളൊന്നും ചെയ്താൽ മതി, സമ്മതിച്ചാൽ മതി. അത് സമ്മതിക്കുന്നതോടൊപ്പം നമ്മളത് ഹൃദയത്തിൽ ദൈവത്തെ വിശ്വസിച്ച് അതൊക്കെ ഏറ്റുപറയണം. കർത്താവേ, ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി, അല്ലെങ്കിൽ ഇന്നുണ്ടായി, എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ആ പറയുന്ന സമയത്ത് ദൈവിക സാന്നിധ്യം ആരുടെ മേൽ വരും? എന്റെയും നിന്റെയും മേൽ വരും. ആമേൻ. ഹല്ലേലൂയ. വെളിപ്പാട് 16:11 എന്താ പറയുന്നത് നോക്കിയേ. വെളിപ്പാട് 16:11. അവർ കഷ്ടനിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും എഴുതുവാൻ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഹലോ, നമ്മുടെ പ്രവൃത്തികളെ ഉപേക്ഷിക്കാൻ മാനസാന്തരപ്പെട്ടില്ല. നമ്മൾ പ്രവൃത്തികളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല, നമ്മുടെ മനസ്സിനെ പുതുക്കാൻ നമ്മളില്ല, തയ്യാറല്ല. ഇത് കണ്ടു ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തെ ദുഷിക്കുവാനാണ് നാവിനെ ഉപയോഗിച്ചത്. നമ്മുടെ കഷ്ടതയുടെയും നമ്മുടെ പ്രയാസങ്ങളുടെയും നമ്മുടെ ഇല്ലായ്മകളുടെയും നമ്മുടെ ശോധനകളുടെയും കാരണം എന്തായിരിക്കണം? നമ്മുടെ നാവാണ് അതിനെ വിളിച്ചു വരുത്തുന്നത്. എന്നിട്ട് ആരെ ദുഷിച്ചു? ദൈവത്തെ ദുഷിച്ചു. അപ്പോൾ മനസ്സിലായി, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആ മനുഷ്യനെ പാപിയാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളത് നാവിനാണ്. ഹല്ലേലൂയ. യാക്കോബ് 3:6 നമ്മൾ വായിച്ചല്ലോ അല്ലേ? വായിച്ചായിരുന്നു. നാം ഒരു തീ തന്നെ നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി രോഗമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊടുക്കുകയും നരകത്തലന് തീ പിടിക്കുകയും ചെയ്യും. ഒരു തീ വെച്ചിട്ടുണ്ട് എവിടെയാ? നരകത്തിൽ. ഈ നാവിന് ഒരു തീ ദൈവം വെച്ചിരിക്കുന്നത് നരകത്തിലാണ്. ഹല്ലേലൂയ. നാം ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ. ഏതംഗങ്ങളാണ്? ശരീരത്തിലെ അവയവങ്ങളുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ദേഹത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിൽ ആർക്കുണ്ട് പങ്ക്? നാവിനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതിന്റെ 5-ാം വാക്യം കൂടെ വായിച്ചാൽ. വളരെ പമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം എന്താ പറയുന്നത്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:11. ഭൂലോകരുടെ അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി. ഈ നാവുകളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പിതാവിന്റെ മുമ്പിൽ യേശു കർത്താവ് ദൈവമാണെന്ന് ഏറ്റുപറയുവാനാണ്. പിശാച് ഉപയോഗിക്കുന്നത് ഈ നാവിനെയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് ദൈവമാണെന്നും യേശു ചെയ്ത നന്മകളെ കുറിച്ച് പ്രസംഗിക്കുവാനും പറയുവാനും മറ്റുള്ളവരോട് ഹല്ലേലൂയ പറയുവാൻ വേണ്ടിയാ ദൈവം നമ്മുടെ ശരീരത്തിന് നാവിനെ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അത് മരണം കൊണ്ട് നിന്നു പോകുന്ന ഒന്നല്ല. പിതാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ നാവ് കൊണ്ട് യേശു ക്രിസ്തു കർത്താവെന്ന്, ഇനി അന്ന് നമ്മൾ മരിച്ചിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ പറയേണ്ടി വരും യേശു കർത്താവാണ്. അതുവരെ വിശ്വസിച്ചില്ല. കർത്താവ് വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ പോകില്ലെങ്കിൽ അവൻ പറയേണ്ടി വരും. അതായിരുന്നു യഥാർത്ഥമായ സുവിശേഷം, അതായിരുന്നു സത്യവചനം, അതായിരുന്നു സത്യാരാധന. പിന്നെ വല്ല രക്ഷപ്പെട്ടോ? പിന്നെ വല്ല രക്ഷപ്പെട്ടോ? യേശു ഒന്ന് പോയതിനു ശേഷം രക്ഷപ്പെട്ടോ വല്ല കാര്യമുണ്ടോ? ഇല്ല. അതിനു മുമ്പ് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ടോണം. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നാം സ്വീകരിച്ചോണം. റോമർക്ക് എഴുതിയ ലേഖനം
14:11 ബൈബിൾ ക്ലാസ് ആയതുകൊണ്ടാണ് വചനം എടുത്തെടുത്ത് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വചനങ്ങളില്ല വായിക്കത്തില്ല. എന്താണ് എന്റെ മുമ്പിൽ എല്ലാ മുഴക്കാരും മടങ്ങും, എല്ലാ നാളും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു എഴുതിയിരിക്കുന്നു. കർത്താവ് തന്നെ അരുളി ചെയ്തിരിക്കുകയാണ്, എല്ലാ നാവും ദൈവത്തെ മഹത്വപ്പെടുത്തും, സ്തുതിക്കും. ഈ നാവ് വെച്ചിട്ടാണ് നമ്മൾ ഈ അഭ്യാസം മൊത്തം കാണിക്കുന്നത്. ഇല്ലാത്തത് ഉണ്ടാക്കി പറയുക, മറ്റൊരാളുടെ വിഷയങ്ങൾ ഫോണിൽ വിളിച്ച് പറയുക, അയൽപക്കത്തുകാരോട് മറ്റേ ഇപ്പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് അപ്പുറത്ത് പറയാം, അപ്പുറത്ത് താമസിക്കുന്നവർക്ക് ഇപ്പുറത്ത് പറയുക, ഇല്ല പഠനങ്ങൾ സൃഷ്ടിക്കുക. ഇതൊക്കെ മനുഷ്യന് സ്വഭാവമാണ്. ദൈവമക്കൾ അതിൽ നിന്നും വേർപെട്ടിരിക്കണം. ഇവിടെയാണ് വേർപാടിന്റെ ആവശ്യം. നിന്നെ കാണുന്ന ഒരുവന് തോന്നണം, ഇവൻ ഞങ്ങളിൽ നിന്നും വേർപെട്ട സമൂഹത്തിൽ ഇരിക്കുന്നവനാണ്. അതിനെ വേർപാടെന്ന് പറയുന്നത്. നീ ഒരു ഭക്ഷണം കഴിക്കാതിരിക്കുന്നതോ നീ അവരോട് സഹകരിക്കാതിരിക്കുന്നതോ മാത്രമല്ല വേർപാട്. വേർപാടെന്ന് പറയുന്നത് എന്റെ പ്രവൃത്തി, എന്റെ സംസാരം, എന്റെ ഇടപെടലുകളെല്ലാം ഭൂമിയിലെ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് സാക്ഷ്യം പറയിക്കുന്നതാണ് വേർപാട്. ആമേൻ. റോമർക്കെഴുതിയ ലേഖനം തന്നെ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കിയിട്ട്, ഇത്രയും മാത്രം വാക്യങ്ങളും ബൈബിളിൽ ഉണ്ടായിട്ട് ഒരു വാക്യം പോലും നമ്മളെ സ്പർശിച്ചിരുന്നു. തുറന്ന ശവക്കുഴി, നാവ് കൊണ്ടവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അതിരങ്ങൾക്ക് കീഴിലുണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തച്ചൊരിയുവാൻ നിർത്തപ്പെടുന്നു. അവിടെ പറയുകയാണ്, അവരുടെ തുറന്ന ശവക്കുഴി, തൊണ്ടയിൽ നിന്നാണ് ശബ്ദം വരുന്നത്. ശബ്ദം വരുന്നത് തൊണ്ട ഞെക്കി പിടിച്ച ശബ്ദം വരുമോ? എത്രമാത്രം ഞെക്കുന്നു അത്രമാത്രം ശബ്ദം അടയും. തൊണ്ട എന്താണെന്ന് അറിയാമോ? ശവം കൊണ്ട് അടക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തുറന്നു നോക്കി എങ്ങനെ ഇരിക്കും? നാറ്റം പിടിച്ച അവസ്ഥ. ആ തുറന്ന നാറ്റം പിടിച്ച വർത്താനമേ ചത്ത് കിടക്കുന്ന ശവം എഴുന്നേറ്റ് വന്ന് അടിക്കും. ചിലർ പറയല്ലേ, ചത്താലും എഴുന്നില്ല, കുഴി കിടന്നതില്ല. അവിടെ പോയി നിന്ന് രണ്ട് വാക്ക് പറയാതെ അതാ മനുഷ്യൻ അവന്റെ തുണ്ടയിൽ നിന്നും വരുന്ന മണം ശവക്കുഴിയോട് ഉപമിച്ചിരിക്കുക. അല്ലേ? ചിന്തിച്ചു നോക്കിക്കേ. ഇതിനെ അടച്ചു വെച്ചിട്ടാണ് ആരാധന മൊത്തം. സ്തോത്രം പറിച്ച് ദശാംശം കൊടുക്കല് ആര്? വിശ്വാസികൾ. ഇന്ന് 2024 വർഷമായിട്ടും മനസ്സിലായില്ല ഈ ആദരങ്ങളെ ഛേദിച്ച് കളയുമെന്ന് യഹോവ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം. ഹല്ലേലൂയ. നമ്മുടെ നാവിനെ കഴിഞ്ഞാണിടേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. ഈ നാവിനെ കുറിച്ച് സംസാരിക്കുന്നില്ല നമ്മുടെ ക്ലാസ്സിൽ. ഹല്ലേലൂയ. നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. നാവ് കൊണ്ട് ചതിക്കുന്നവന്റെ തൊണ്ടയെ കുറിച്ച് അവർ പറഞ്ഞേ. എന്താ പറഞ്ഞേ? എന്തും പറയാൻ മടിയില്ലാതെ, ബന്ധങ്ങൾ നോക്കാതെ, അല്ലെങ്കിൽ മാതാപിതാക്കളെന്നോ മക്കളെന്നോ നോക്കാതെ ചതിക്കുന്ന ഒരുവന്റെ വായുടെ അവസ്ഥയെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നാറുന്ന ശവക്കുഴിയെ പോലെ അവന്റെ തൊണ്ടയിൽ നിന്നും ചതി വരുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, അവരുടെ അധരങ്ങളുടെ കീഴെ സർപ്പവിഷം അടക്കിയിരിക്കുന്നു. കീഴെ ഉണ്ട്. എന്തിന്റെ കീഴെ? നാവിന്റെ കീഴെ. ആവശ്യമുള്ളപ്പോഴാണ് സർപ്പവിഷം തീരുന്നത്. നാവ് വിളിക്കുമ്പോഴെല്ലാം വിഷം വന്നു. അതിന് നാവിന്റെ അരിയിൽ നിന്നും പല്ലിന്റെ അടിയിൽ കൂടെ ചീറ്റ കണ്ടിട്ടില്ലേ? അത് ചീറ്റാൻ പ്രയത്നിച്ചാൽ മാത്രമേ അതിന്റെ വിഷം പുറത്തേക്ക് തീരുള്ളൂ. നമ്മൾ കാണുമ്പോൾ അവ വാ തുറന്ന് സംസാരിക്കുമ്പോൾ നമുക്കിത് തോന്നത്തില്ല, ചതിവിന്റെ വാക്കുകളാ പറയുന്നേ. പക്ഷെ എപ്പോ ചതിക്കണമെന്ന് ആർക്കറിയാം? അവനറിയാം.
ഇതിനെ കൈകൊണ്ട് താങ്ങി പിടിച്ച് ഇതിനെ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനാണ് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന മനുഷ്യൻ. ഹൃദയം കൊണ്ട് ദൈവത്തെ വിശ്വസിക്കാതെ വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് വേർപാട് അനുഷ്ഠിക്കാതിരിക്കുന്ന ഒരു മനുഷ്യന്റെ കാര്യമാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 2:3 എന്താ കാണുന്നത് നോക്കി. അപ്പോസ്തലപ്രവൃത്തി 2:3 അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് ഒരു നാവ് അവർക്ക് പ്രത്യക്ഷമായി. അതെന്താ അത്? പരിശുദ്ധി ആത്മാവ്. പരിശുദ്ധി ആത്മാവിനെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? നാവിനോട് ഉപമിച്ചിരിക്കുന്നു. ആ നാവിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. നമ്മുടെ നാവിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം പരിശുദ്ധി ആത്മാവിനെ ജനത്തിന്റെ മേൽ കൊടുത്തപ്പോൾ ഈ നാവിന് സദൃശ്യമാക്കിയാണ് അഗ്നിജ്വാല പോലെ പിളർന്നൊരു നാവാണ് അവർക്ക് പ്രത്യക്ഷമായത്. ആ നാവ് കൊണ്ടാണ് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നത്. എത്ര നിസാരമായി, ഇതൊന്നും കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്നവർക്ക് ഇന്ന് രാത്രിയിൽ ഒരു പുതിയ തീരുമാനത്തോടെ ഞാൻ നിങ്ങൾ കടന്നു പോകണം. ഇനി കർത്താവേ എന്റെ നാവ് കൊണ്ട് പാപം ചെയ്യരുത്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 26-ാമത്തെ വാക്യം വായിച്ചേ. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡവും പ്രത്യാശയോട് വസിക്കും. ജഡത്തിന് പ്രത്യാശ വരണമെങ്കിൽ നാവ് ആനന്ദിക്കണം. നാവ് ആനന്ദിക്കണമെങ്കിൽ ഹൃദയം സന്തോഷിക്കണം. ഇതിനെല്ലാം കണക്ഷൻ ഉണ്ടെന്നുണ്ട്. ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കും കണക്ഷൻ ഉണ്ട്. കേൾക്കുന്നത് എവിടെ സംഭവിക്കുന്നു? കാണുന്നത് എവിടെ സംഭവിക്കുന്നു? പറയുന്നത് എവിടെ നിന്ന് വരുന്നു? അങ്ങനെയാണ് ഹൃദയത്തിലേക്ക് ബുദ്ധിമുട്ടിയിരിക്കുന്നത്. പഠിക്കണ്ടേ? നാവിനെ കുറിച്ച് ദൈവം പറഞ്ഞു, ഈ നാവ് നിന്റെ ആദരങ്ങൾ എന്നെ സ്തുതിക്കുവാൻ വേണ്ടിയുള്ളതാണ്. പരിശുദ്ധി ആത്മാവിന്റെ ശക്തി എന്റെയും നിന്റെയും മേൽ വരുമ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഏത് സമയത്ത് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു ആ സമയത്ത് ഉപയോഗിക്കുവാൻ കൊള്ളാവുന്നതായി എന്തിരിക്കണം? നാമിരിക്കണം. ഹല്ലേലൂയ. അവിടെ പറയുക, അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു. നിന്റെ ഹൃദയത്തിനകത്ത് സന്തോഷമില്ലെങ്കിൽ, ദുഃഖമാണെങ്കിൽ, ഇവിടെ പറയുകയാണ് എന്റെ നാവ് ആനന്ദിച്ചു, ദൈവത്തിൽ ആനന്ദിച്ചു. എന്താണ് ദൈവത്തിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ? സ്തോത്ര ഗാനങ്ങളോടെ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ഉള്ള ഒരവയവമാണ് നാവ്. എന്നാൽ ഈ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, മിരിയാമാണ് മോശയുടെ ജനനം മുതൽ ചെങ്കടൽ കടന്ന് അപ്പുറത്ത് ചെല്ലുന്നത് വരെയുള്ള സകല കാര്യങ്ങളും നടക്കും. അല്ലേ? മിരിയാം എവിടെ വിളിച്ചിരുന്നു പറഞ്ഞ മോശനെ കെട്ടവരാക്കി. അപ്പൊ അത് തുടങ്ങി മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ആർക്കറിയാം? മിരിയാമൊക്കെ തപ്പട് നൃത്തം ചെയ്ത് ചെങ്കടൽ കടന്നപ്പോ ആ യാത്രയിൽ മോശയെ കുറിച്ച് ആർക്ക് കൃത്യമായ ബോധ്യമുണ്ട്? അവളുടെ നാവും തപ്പും കൂടെ ദൈവത്തെ പാടി സ്തുതിച്ചു. അതിനാണ് നാം കടന്നു വന്ന വഴികളെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം തന്നിരിക്കുന്ന അവയവമാണ് നാവ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 64-ാം വാക്യം. ലൂക്കോസ് 1:64. ഉടനെ അവന്റെ വായും നാവും തുറന്നു, അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു. ഹലോ, അടഞ്ഞിരിക്കുന്ന നാവും തുറക്കാൻ പറ്റാതിരുന്ന വായും തുറന്നപ്പോൾ അവൻ ആദ്യം ചെയ്തത് അവൻ ദൈവത്തെ സ്തുതിച്ചു. അതിനുശേഷം അവൻ സംസാരിച്ചു. നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. അനുഗ്രഹങ്ങൾ വരുമ്പോൾ മാത്രമല്ല, ഏത്
സാഹചര്യത്തിലും ഈ നാവ് കൊണ്ട് ദൈവത്തെ ദുഷിക്കുന്ന മനുഷ്യരായി നാം മാറരുത്. ഏത് കാലത്തും ഏത് നേരത്തും ഏത് അവസ്ഥയിലും നാം എന്ത് ചെയ്യണം? ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കണം. നല്ലത് വന്നാലും തീയത് വന്നാലും നന്മ വന്നാലും തിന്മ വന്നാലും വേർപെട്ട കൂട്ടം ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന് സ്തുതി കയറ്റമോ? ഇവിടെ സെക്കരിയ പ്രവാചകൻ പറയുന്ന കാര്യം 14-ാം അധ്യായം 12-ാം സെക്കരിയാവ് 14:12. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെ യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. അവരുടെ കണ്ണ് കടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. ആരെക്കുറിച്ചാണ് പറയുന്നത്? യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷാവിധി. എന്നുവെച്ചാൽ യെരൂശലേമിനോട് യുദ്ധം ചെയ്ത ദൈവത്തിന്റെ മക്കളോട് യുദ്ധം ചെയ്തവന്റെ നാവ് അവന്റെ വായിൽ തന്നെ ഇരുന്ന് ചീഞ്ഞഴുകി പോകും. ചില രോഗങ്ങൾ നമ്മുടെ നാവിനെ ദ്രവിപ്പിക്കുന്നതുമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വരാതെ മരണം വരെ ജീവിക്കുവാൻ ഈ വചനങ്ങൾ നമ്മളെ സഹായിക്കണം. ശിക്ഷാവിധിയാവിടുന്ന പറഞ്ഞാൽ ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത ഇസ്രായേലിനെ തോൽപ്പിച്ച സെക്കരിയാവ് 14:12 പറയുന്നു, യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിക്കാനുള്ള ശിക്ഷാവിധിയാവിത്. അവർ നേരെ നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ അവരുടെ ശരീരം മരണത്തോട് ചേർന്നു പോകും. അവരുടെ കണ്ണ് കടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. സെഫന്യാവ് 3:13. സെഫന്യാവ് 3:13. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികൾ പ്രവർത്തിക്കുകയില്ല, ഭോഷ്ക് പറയുമില്ല, ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകുകയില്ല. അവർ മേഞ്ഞു കിടക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. എന്താ പറഞ്ഞത്? ഈ ദൈവമക്കളുടെ ഇടയിൽ ദൈവമക്കളായി ശേഷിക്കുന്നവർക്കുള്ള ഗുണമാണ്. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികൾ പ്രവർത്തിക്കുകയില്ല. ഇനി ദൈവമക്കൾ ശേഷിച്ചിരിക്കുന്ന ദൈവമക്കൾ വചനം കേട്ടനുസരിക്കുവാൻ തയ്യാറായ ദൈവമക്കൾ ഇങ്ങനെയില്ല. നീതികേട് നാവ് കൊണ്ട് പ്രവർത്തിക്കുകയില്ല. അവരവിടെ നാവ് കൊണ്ട് ഇന്ന് മുതൽ ഇനി എന്തില്ല? ഭോഷ്ക് പറയില്ല. ചതിക്കുന്ന നാവ് ഇന്നലെ വരെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മുതൽ എന്ത് ഉണ്ടാവില്ല? അവിടെ വായു ഉണ്ടാകുകയില്ല. അങ്ങനെയാണെങ്കിൽ അവർ മേല് നടക്കും. അവരെ തടുക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞർത്ഥം. ആർക്കും അവരെ ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല. കാരണം എന്താ? അവരുടെ നാവ് നേരുള്ള നാവായി മാറി കഴിഞ്ഞു. ദൈവത്തിന്റെ മക്കളുടെ നാവ് നേരുള്ള നാവാണെങ്കിൽ ആർക്കും നിന്നെ പിടിച്ചിടുവാൻ കഴിയത്തില്ല. ആർക്കും നിന്നെ തടുത്തു വെക്കുവാൻ കഴിയത്തില്ല. നിന്റെ നാവിന്റെ മേലുള്ള ശക്തിയാത്മാവിന്റെ അധികാരത്താൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശത്രുക്കളുടെ മേൽ ജയം ഘോഷിക്കുവാൻ തക്കവണ്ണം, ഭയപ്പെടാത്ത ശത്രുക്കളുടെ നടുവിൽ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ ചെയ്യും. മീഖ 6:12 എന്താ പറയുന്നത്? വേദപുസ്തകത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ അറിയണ്ടേ? അതുകൊണ്ടാണ് വചന ക്ലാസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വചനങ്ങൾ വായിക്കുന്നത്. ആമേൻ. ഞാൻ നിർമ്മലനായിരുന്നു, അതിലെ ധനവാന്മാർ സാഹസപൂർണ്ണന്മാരാകുന്നു. അതിന്റെ നിവാസികൾ വ്യാജം സംസാരിക്കുന്നു. അവരുടെ വായിൽ അവരുടെ നാവ് ചതിവുള്ളത് തന്നെ. അവിടെ നമ്മൾ കാണുന്നു, അവരുടെ വായിൽ അവരുടെ നാവ് ചതിവുള്ളത് തന്നെ. യിരെമ്യാ 9:3 എന്താ പറയുന്നത്? അവർ വ്യാജം പറയുവാനായി അവരുടെ നാവ് വില്ലുപോലെ കുലയ്ക്കുന്നു. സത്യത്തിനായിട്ടല്ല ദേശത്തെ നീതി കാണിക്കുന്നത്. അവർ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിലേക്ക് പുറപ്പെടുന്നു. അവർ എന്നെ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം അവരുടെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തു. അവർ എന്നെ അറിയുന്നില്ല. ദൈവമക്കളെ, ദൈവം ഒരിക്കലും നമ്മളെ കുറിച്ച് അത് പറയുവാൻ ഇടം കൊടുക്കരുത്. സദാകാലവും ഞാൻ നിന്നോട് എന്തില്ല?
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയില്ല. ഈ വചനം കേട്ടനുസരിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ പുതുക്കപ്പെട്ട ഒരു ഹൃദയത്തോടെ അവനായി തീരണം. എന്തുകൊണ്ടാണ് നിന്റെ നാവ് കൊടുത്തില്ലെന്ന് ദൈവം പറയാതിരിക്കത്തില്ല. ദൈവം ഞാൻ നേരില്ല. മനസ്സിലായില്ലേ? ഒടാന കോടി ജനങ്ങൾ വസിക്കുന്ന ഈ ഭൂമിയിൽ എന്നും പ്രവാചകന്മാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മാനസാന്തരത്തിന്റെ സുവിശേഷം ഈ നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേൾക്കാൻ ആർക്കും മനസ്സില്ല. ഹൃദയം അടഞ്ഞിരിക്കുന്ന മനുഷ്യന് താല്പര്യമില്ല, അതിന് വിലയില്ല. പക്ഷേ ഇവിടെ ദൈവം പറയുന്നു, അവസാനം ദൈവം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, അവർ എന്നെ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരെ അറിയുന്നില്ലെന്ന് ദൈവം പറഞ്ഞ സാഹചര്യമുണ്ട്. ഞാൻ അവരെ അറിയുന്നില്ല. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി ഈ പ്രവൃത്തികൾ ചെയ്തു. ദൈവം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഏവരുമേ എന്നെ വിട്ടുപോകും, ഞാൻ നിങ്ങളെ തിന്നില്ല. ഇവിടെ പറയണം, നിങ്ങൾ എന്നെ അറിയുന്നില്ല. അതെന്താ നിങ്ങൾ അറിയാത്ത? നിങ്ങളുടെ ഹൃദയം ഇരുട്ടി നിന്നപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുവാൻ നിങ്ങൾ ഒരുക്കമല്ലായിരുന്നു. പ്രവാചകന്മാർ പറഞ്ഞ വാക്കുകൾ അനുസരിക്കാൻ നിങ്ങൾ ചെയ്തു ഒരുക്കമല്ലായിരുന്നു. നിങ്ങൾ ഹൃദയത്തെ ചെയ്തില്ല, തുറന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ചെയ്തില്ല, അറിയുന്നില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുവാൻ ഒരിക്കലും ഇടവരരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 59-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാമിനെ കുറിച്ച് എന്താ പറയുന്നത്? യെശയ്യാ 59 ജപിക്കുന്നു. ജപിക്കുക എന്ന് പറഞ്ഞാൽ തുടർമാനമായി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ സ്വന്തം ജപിക്കുന്നു, അല്ലെങ്കിൽ തുടർമാനമായി നമ്മുടെ നാവ് കൊണ്ട് ജപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടവിടാതെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ തിന്നു വെറുതെറുക്കുന്നു. അതർത്ഥം ദൈവത്തിന് കേൾക്കുമ്പോൾ സങ്കടമാണ്. അവിടെ പറയുന്നത്, നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങൾ സംസാരിക്കുന്നത് മുഴുവൻ ദോഷമാണ്, കള്ളമാണ്. നിങ്ങളുടെ പ്രവൃത്തികളെ കുറിച്ചല്ല നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ ചെയ്തവയെ കുറിച്ചല്ല നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ ദോഷം പറയുന്നു. നിങ്ങളുടെ നാവ് നീതികേട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആയുഷ്കാലം മുഴുവൻ ഇനി എന്തൊക്കെ വന്നാലും എന്റെ നാവിങ്ങനെ എന്നെ നന്നാക്കാനൊന്നും അവരും ചെയ്യുന്ന നോക്കണ്ട. ഞാനിങ്ങനെയൊക്കെ തന്നെ മരിക്കത്തു. എന്റെ നല്ല നന്നാവാൻ ഞാൻ എന്ത് ചെയ്യില്ല, നന്നാവില്ല. തീരുമാനം എടുത്തിരിക്കുക. ദൈവം ആ തീരുമാനത്തിൽ ഒന്ന് മാറ്റാൻ തയ്യാറോ? ദൈവം ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകും, എനിക്ക് വേണ്ടി എടുക്കാൻ പോവുക. അല്ലെങ്കിൽ യെശയ്യാ പ്രവചന പുസ്തകം 50-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ എന്ന് പറയുന്നത് നോക്കി. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഹലോ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു നാമം എന്താണെന്നറിയാവോ? ശിഷ്യന്മാരുടെ നാമം. എന്താ ശിഷ്യന്മാരുടെ നാമത്തിന്റെ പ്രത്യേകത? തളർന്നിരിക്കുന്നവരെ നിന്റെ നാമം കൊണ്ട് ആശ്വസിപ്പിക്കുന്ന ശിഷ്യന്മാരുടെ നാമിനെയാണ് നിൽക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാവ് തുറക്കുമ്പോ മറ്റുള്ളവർ എന്ത് ചെയ്യാം? അവർ ഒഴിപ്പോവാ. അവർക്ക് നമ്മുടെ നാവിൽ നിന്ന് ഒന്നും കേൾക്കുവാൻ താല്പര്യമില്ല. ശിഷ്യനാണെന്ന് അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, ബോധ്യമായിട്ടില്ല. നമ്മൾ ദൈവത്തിന്റെ ശിഷ്യനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അവർക്ക് ബോധ്യപ്പെടും വിധം ശിഷ്യനായിട്ട് എന്ത് ചെയ്യണം? നമ്മള് മാറണം. രാവിലെ തോറും അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. ഹലോ, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവന്റെ ചെവിയെ ഉണർത്തുന്നു. അപ്പൊ ശിഷ്യന്മാരുടെ പ്രത്യേകത ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ദൈവികമല്ലാത്തൊന്നും ചെയ്തില്ല. അവരുടെ ആദരകൾ മറ്റുള്ളവർക്ക് ഒരു സ്വാന്തനമാണ്. നമ്മൾ എവിടെയെങ്കിലും കയറി ചെന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കണം, സാന്ത്വനമായിരിക്കണം. അതായിരിക്കണം വേർപെട്ട ഒരു വിശ്വാസിയുടെ
അതരം കൊണ്ടുള്ള ഗുണം. ഹല്ലേലൂയ. യെശയ്യാ പുസ്തകം തന്നെ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കി. 3:8 യെശയ്യാ പുസ്തകം. യഹോവയുടെ തേജസ്സുള്ള കണ്ണിനും വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമായിരിക്കുക. യെരൂശലേം ഇടിഞ്ഞു പോകും, യഹൂദ വീണു പോകും. അവിടെ ഒരു പ്രവചനം പറയുന്നതാണ്. എന്നാൽ അവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ അവന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവിന്റെ പ്രവൃത്തികളും അവന് വിരോധമാണ്. നാവ് കൊണ്ടുള്ള ചില പ്രവൃത്തികൾ, ചില സംസ്കാരങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് അറപ്പ് തോന്നുകയാണ്. ഹല്ലേലൂയ. സദൃശ്യവാക്യം 26:28 എന്ന് പറയുന്നത്. സദൃശ്യവാക്യം 26:28. ഭോഷ്ക് പറയുന്ന നാവ് അതിനാൽ തകർന്നവനെ ദേഷിക്കുന്നു, മുഖസ്തുതി പറയുന്ന വായ് നാശം വരുത്തുന്നു. ഭോഷ്ക് പറയുന്ന നാവ് അതിനാൽ തകർന്നവനെ ദേഷിക്കുന്നു, തകർന്നു കിടക്കുന്നവരെ എന്ത് ചെയ്യുന്നു? ദ്വേഷിക്കുന്നു. മുഖസ്തുതി പറയുന്ന വായ് നാശം വരുത്തുന്നു. മുഖസ്തുതി പറയുന്ന വായ്ക്ക് നാശം വരുത്തുന്നു. ഇത് രണ്ട് നമ്മൾ ചെയ്തത്. നമ്മുടെ നാവ് കൊണ്ട് ഭോഷ്ക് പറയരുത്, വായ കൊണ്ട് മുഖസ്തുതിയും പറയരുത്. ഹല്ലേലൂയ. വചനത്തിൽ അത് കൃത്യമായി എഴുതപ്പെട്ടിരിക്കുന്നു. സദൃശവാക്യത്തിൽ തന്നെ 17-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കിക്കേ. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹൃദയം എന്തിരിക്കണം? വക്രഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല, വികടനാവുള്ളവൻ എന്ത് ചെയ്യും? വചനം പറയുകയാണ്, നിന്റെ ആപത്തിന്റെ സമയം അടുത്തു കഴിഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന നാവേ വായേ നിനക്ക് എന്ത് ചെയ്യാൻ പോകുന്നു? ആപത്ത് വന്നിരിക്കുന്നു. വക്രഹൃദയമുള്ളവൻ. എന്താ വക്രഹൃദയമുള്ളവൻ? സഭയിൽ വരുമ്പോൾ ഭക്തി, പുറത്തു പോകുമ്പോൾ അഭക്തി. കൂട്ടായ്മ ആചരിക്കുകയും പുറത്തു പോയി ലോക മനുഷ്യരെ പോലെ ജീവിക്കുന്നവരെയാണ് വക്രഹൃദയമുള്ളവൻ പറയുന്നത്. ലോക മനുഷ്യരുടെ കൂടെ നിൽക്കുമ്പോൾ നാവ് ലോക മനുഷ്യരുടെ നാവും, അകത്ത് വരുമ്പോൾ സ്തുതികൾ പറയുന്ന നാവും. ഈ ഹൃദയമുള്ളവനെ എന്ത് കാണില്ല? കർത്താവേ, ഞങ്ങൾ എത്ര നാളായി നന്മ കാണാൻ കാത്തിരിക്കുന്നു, നീ ഞങ്ങൾക്ക് നന്മ ചെയ്യാതെ. കാരണം നാവ്. കാരണം എന്താ? നാവ്. ഹല്ലേലൂയ. സദൃശ്യവാക്യം 15-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാട്ടെ. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു. നിന്റെ വായിൽ നിന്ന് പോഷകമാണ് വരുന്നെങ്കിൽ നീ മനസ്സിലാക്കിക്കോണം, നീയാണ് ലോകത്തിലെ 1-ാം നമ്പർ പോഷൻ. മൂടന്റെ വായ പോഷകം. നീ ഒരു ജ്ഞാനിയാണെങ്കിൽ നീ എന്ത് പ്രസ്താവിക്കും? പരിജ്ഞാനം പ്രസ്താവിക്കും. നിന്റെ വീട്ടിലുള്ളവരെ കുറിച്ചോ, നിന്റെ ഭർത്താവിനെ കുറിച്ചോ, നിന്റെ ഭാര്യയെ കുറിച്ചോ, നിന്റെ മക്കളെ കുറിച്ചോ പരിജ്ഞാനമില്ലാതെ നീ ഞാൻ സംസാരിക്കത്തില്ലെന്നാ പറയുന്നത്. ഇന്ന് നീ ചിന്തനം ചെയ്യാതെ, വിചിന്തനം ചെയ്യാതെ, ഇന്ന് കേൾക്കാതെ, ഈ ശബ്ദം കേൾക്കാതെ പോകുന്നെങ്കിൽ ദൈവം പറയുന്നത് നിന്റെ നാവിനെ ഛേദിച്ചു കളയും. മതി, എന്ത് മതി? ഈ കപട ഭക്തിയിൽ ജീവിച്ചത് മതി. ഹല്ലേലൂയ. ദൈവം ചെയ്യാൻ പോകുന്നതിന് മുമ്പേ പറയും, ഞാൻ ചെയ്യാൻ പോവില്ല. നീ മടങ്ങി വരണം. ഞാൻ മടങ്ങി വരത്തില്ല, ഞാൻ ഓക്കെ. നിങ്ങളൊക്കെ നീ ഓക്കെ ആണെങ്കിൽ നീ പ്രസ്താവിക്കുന്നത് പരിജ്ഞാനമുള്ളതായിരിക്കണം. കേൾക്കുന്നവരെ തോന്നുന്ന പരിജ്ഞാനമുള്ള വാക്കുകളാണ് നിന്റെ വായിൽ നിന്ന് വരുന്നത്. മൂടന്റെ വായു ദോഷം സംഭവിക്കുന്നു. അപ്പൊ എന്താ ഉണ്ടായിരിക്കാൻ വന്നില്ലേ? ജീവവൃക്ഷത്തിന്റെ ഫലം ആർക്ക് കൊടുക്കും? അപ്പൊ ജയിക്കണമെങ്കിൽ നിന്നോ? അപ്പൊ നിന്നോ? ശാന്തത എന്ന് പറഞ്ഞാൽ
മിണ്ടാതിരിക്കുന്നു അല്ലേ? നാവിനെ ശാന്തമാക്കുക. എല്ലാവരും ശാന്തമായിരിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ നാവിനെ ശാന്തമാക്കുക എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ശാന്തത നമ്മുടെ നാവിൽ വേണം. ഒരു കമാൻഡ് വരുമ്പോൾ മാത്രമേ, പ്രസംഗിക്കുമ്പോൾ കേൾക്കുമ്പോൾ മാത്രമല്ല നാവിനെ നമ്മൾ എന്ത് ചെയ്യണ്ടേ? ശാന്തമാക്കണ്ടേ. ഇത് പറഞ്ഞതിന് ശേഷം ഈ നാവിനോട് പോരാടുന്ന സകല അധികാരങ്ങളെ ശാസിച്ച് നമുക്ക് സാധിക്കണം. നമ്മുടെ ജനരക്തങ്ങളോട് പോരാടുന്ന നന്മയെ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം ബോഷ്കിന്റെ ആത്മാവിനെ തുളുച്ചു വിടുന്ന നാവിനോട് വ്യാപരിക്കുന്ന പോരിനെ നാം ശാസിച്ചു പ്രാർത്ഥിക്കും. അവിടെയാണ് വിടുതൽ. അതിനു മുമ്പ് ദൈവം പറയുന്നു, നീ അത് തിരിച്ചറിയണം. എന്ന് തിരിച്ചറിയണം? ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു. നീ ജ്ഞാനിയാണെന്ന് നിനക്ക് തോന്നണമെങ്കിൽ നീ പറഞ്ഞത് പരിജ്ഞാനമുള്ള വാക്കുകളാണെന്ന് മാത്രം. നിന്റെ ഭാര്യയെ കുറിച്ച് നീ മൂന്നാമതൊരാളോട് പറയുന്നത് പരിജ്ഞാനമുള്ളതാണോ എന്ന് നീ തന്നെ വിചിന്തനം ചെയ്താൽ മതി. നിന്റെ ഹൃദയം എവിടെയിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവും. സങ്കീർത്തനം 119 172 വാക്യം വായിച്ച്. സങ്കീർത്തനം 119 172. നിന്റെ കൽപ്പനകളൊക്കെയും നീതി ആയിരിക്കാൻ എന്റെ നാവ് നിന്റെ വാഗ്ദാനത്തെ കുറിച്ച് പാടട്ടെ. നിന്റെ നാവ്, എന്റെ നാവ് നിന്റെ വാഗ്ദാനത്തെ കുറിച്ച് പാടട്ടെ. എന്തിനെ കുറിച്ച് പാടണം? കർത്താവിന്റെ വാഗ്ദത്തം എന്തേ പ്രാപിച്ചില്ല? നിങ്ങളുടെ ചോദ്യം, മരിച്ചു കിടക്കുമ്പോ കർത്താവ് പറഞ്ഞത് എന്തേ നിവർത്തിക്കാതെ പോയത്? അങ്ങനെയല്ലായിരുന്നല്ലോ ദൂത്. ദൂത് എങ്ങനെയായിരുന്നു? നിന്നെ ഞാൻ ദീർഘായുസ് തരും, രാജ്യങ്ങളിൽ നിന്നെ ഞാൻ ഒഴിക്കും, എന്റെ സുവിശേഷം നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. പക്ഷെ ദൈവം ഒന്നും പേടിക്കാറില്ല. എന്താ ആ വാക്കൊന്നും വായിക്കാം. നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കാൻ നിന്റെ കൽപ്പനകളൊക്കെ നീതിയായിരിക്കുക. നിന്റെ കൽപ്പനകളൊക്കെ നീതി. ദൈവം ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം കൽപ്പിച്ചതും നീതിയാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. ഹലോ, വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ നീതിയിൽ ജീവിക്കുന്ന ഒരുവനും മാത്രമേ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് തോന്നുപോലെ ജീവിച്ചാൽ കൽപ്പന വരത്തില്ല, വാഗ്ദത്തം വരത്തില്ല. നിന്നെ യൂറോപ്പിൽ വിടാമെന്ന് ആര് പറഞ്ഞു? പ്രവാചകൻ പറഞ്ഞു. ആ കൽപ്പന ഏറ്റെടുത്ത് ഞാൻ എന്ത് ചെയ്യണം? അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ എന്റെ അതിരം ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുക? അകന്നിരിക്കുക. അവന്റെ കൽപ്പനകളൊന്നും ഞാൻ പ്രമാണിക്കുന്നില്ല, അവന്റെ വഴിയിൽ നടക്കുന്നില്ല. അവന്റെ ശിഷ്യന്മാരെ പോലെ ദൈവത്തിന്റെ അതിന്റെ ശബ്ദം കേൾക്കുവാൻ എന്റെ കാതിനെ കൂർപ്പിക്കുന്നില്ല. എന്നിട്ട് ഞാൻ പറയുകയാണ്, എന്നോട് പ്രവചനം ഞാനവിടെ പോകും. എന്തേ സംഭവിക്കാതെ? പറയുന്ന കാര്യങ്ങൾ എന്താ സംഭവിക്കാതെ? നമ്മുടെ ഹൃദയത്തിനകത്ത് ഹൃദയം തുറക്കാതെ വണ്ണം പിശാച് നമ്മുടെ ഹൃദയങ്ങളെ അടച്ചു വെച്ചിരിക്കുക. മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. അവരുടെ ഹൃദയം എന്ത് ചെയ്യുന്നു? അടഞ്ഞിരിക്കുന്നു. എന്തേ അവരുടെ ഹൃദയം അടഞ്ഞിരിക്കുന്നത്? ആ വാക്യവുമായിരിക്കും. നിന്റെ കൽപ്പനകളൊക്കെ നീതിയായി. എന്റെ ഞാൻ നീ ചെയ്യുന്ന പ്രവൃത്തികളും നീതിയാണെങ്കിൽ മാത്രമാണ് ദൈവിക നീതി അവന്റെ കൽപ്പനകൾ കടന്നു വെളിപ്പെടുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല പറയുന്നത്. പക്ഷെ ഞാൻ ഭാവിയ കർത്താവിനെ സംബന്ധിച്ചാൽ മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ നീതിമാനായി എന്റെ ഭാഗത്ത് ഒരു കുറ്റവുമില്ല, ഞാൻ തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയരുത്. ആർക്ക് അനുഗ്രഹം വേണോ അവരിന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. സങ്കീർത്തനങ്ങളിൽ തന്നെ 64 അധ്യായം 8 വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കിക്കേ. സങ്കീർത്തനങ്ങൾ 64 അവർ ഇടറി വീഴുവാൻ ഇടയാകും. അവരെ കാണുന്നവരൊക്കെ തലകുലുക്കുന്നു. എന്താ പറഞ്ഞതിനർത്ഥം? നിനക്ക് ഭവിച്ചത് കണ്ട് മറ്റുള്ളവർ തലകുലുക്കി നിന്നെ നോക്കി പോവുകയാണ്. നിനക്ക് എന്തേ അത് ഭവിക്കാൻ കാരണം?
ആരോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല, ആരോട് എപ്പോ സംസാരിക്കണമെന്ന് അറിയത്തില്ല. ബ്രേക്കില്ലാതെ അങ്ങ് പോവാം. എവിടെയെങ്കിലും പോയി പിടിച്ചു നിൽക്കട്ടെ. ദൈവം വാണി കൊടുക്കുകയാണ്, പിടിച്ചു നിർത്തിക്കും. അല്ലെങ്കിൽ അനർത്ഥം നിന്റെ ഭവനത്തിൽ നീ തന്നെ വരുത്തി വെക്കുവാനിടയായിരിക്കും. നിന്റെ കുടുംബ ജീവിതത്തിന് അകത്ത് അനർത്ഥം നീ തന്നെ നിന്റെ വാക്കുകൊണ്ട് നാക്കുകൊണ്ട് വരുത്തി വെക്കുവാനിടയായി തീരും. വചനങ്ങൾക്കോ പള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. അത് എഴുതപ്പെട്ടതുപോലെ തന്നെ സംഭവിക്കും. അവിടെ കാണുന്നു, അവരെ കാണുന്നവരൊക്കെ അയ്യോ പ്രാർത്ഥിക്കാൻ പോയവരാ, പാടാൻ പോയവരാ, പാസ്റ്ററുടെ മക്കളാ, വിശ്വാസിയുടെ മക്കളാ, തലകുലുക്കി പോവുകയാണ്. അവനാ ഗതി വന്നല്ലോ. എന്താ കാരണം? സ്വന്തം നാവ്. വേറെ ആരും ശമിച്ചിട്ടല്ല നീ ശാപഗ്രസ്തമായി പോകുന്നത്. ദൈവത്തിലെ ദൈവ പൈതൽ നശിക്കുന്നതിന്റെ കാരണം അവന്റെ തന്നെ നാഗം. അതുകൊണ്ടാ പറയുന്നേ, എന്താ പറയുന്നേ? അല്ല, ഇസ്രായേലിന് ഒരു ആചാരവും അതെന്താ അങ്ങനെ പറഞ്ഞ കാര്യം, പുറത്തു നിന്ന് ചെയ്യുന്നത് ഒന്നും എന്തില്ല, ഫലിക്കത്തില്ല. പക്ഷെ അകത്ത് നിന്ന് ചെയ്യുന്നത് നിനക്ക് തന്നെ വിനയാവും. അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇത് നാവിനെ കുറിച്ച് പ്രസംഗിക്കാൻ, നാവിനെ കുറിച്ച് പ്രസംഗിക്കാനുള്ള ദൈവത്തിന് ഇത് കേൾക്കേണ്ട അനേകരുണ്ട്. അവരെല്ലാം യൂട്യൂബിലൂടെ കേൾക്കും. നമ്മൾ ഇത്രയും പേർക്ക് ഭാഗ്യം തന്നു. അവന്റെ ആലോചന നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കാതുകൾ ദൈവത്തിലേക്ക് ചെയ്തിരിക്കുക. ഇന്ന് വയൽക്കാലം നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങൾ എന്നോട് ക്രിയ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നവർ മാത്രം ദൈവത്തിനെ സ്തുതിച്ചാണ്. സംഗീതം 57-4 വാക്യത്തിൽ എന്താ പറയുന്നത്? ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ച് രസിക്കും. 57-4 എന്റെ പ്രാണൻ ഞാൻ കിടക്കുന്നു. കണ്ണുകൾ കൊല്ലങ്ങളും നാവും മൂർച്ചകളും വാളുമായിരിക്കുന്ന ഞാനും നീയും വസിക്കുന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ട് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൽ വിളിച്ചു പറയുക. എവിടെയാ? സിംഹങ്ങളുടെ ഇടയിൽ. സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ചിത്രീകരിച്ചു നോക്കിക്കേ. അവന്റെ ജീവനെ കുറിച്ചുള്ള ഭയം ആർക്കുണ്ട്? ആ വ്യക്തിക്കുണ്ട്. ഇല്ലേ? സിംഹങ്ങളുടെ കൂട്ടിലേക്ക് നമ്മളെ പിടിച്ചിട്ടാൽ നമ്മുടെ ജീവൻ എപ്പോ പോകും, സിംഹം നമ്മളെ എപ്പോൾ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള ഭയം ആർക്കുണ്ട്? ഇത് അറ്റാക്ക് ചെയ്തില്ലെങ്കിലും അതിന്റെ മറുപടി കേൾക്കുമ്പോ നമുക്കൊരു ഭയം, ഇത് ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ പിടിക്കും. ആ ഭയത്തിനകത്ത് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ കുറിച്ച് അവിടെ പറയുന്നത്, ദൈവ പൈതലിനെ കുറിച്ച് അവിടെ പറയുന്നത്. എന്താ പറയുക? സിംഹങ്ങളുടെ നടുവിൽ നീ കിടക്കുന്നത് എവിടെയാ? അഗ്നി ജ്വലിപ്പിക്കുന്നവരുടെ നടുവിൽ, എന്നുവെച്ചാൽ ചൂടിനകത്താണ്. പ്രകോപിതരാകുന്ന പരിസരം മറന്ന് സംസാരിക്കുന്ന ജനത്തിന്റെ നടുവിലാണ് നീ എന്ത് കിടന്നുറങ്ങുന്നത്. ഒന്ന് സിംഹം. ആ ഭയത്തിൽ നിന്നൊന്ന് മാറി വരുമ്പോൾ നമ്മളെ ചൂടാക്കുന്ന, നമ്മളെ കത്തിക്കുന്ന, നമ്മുടെ ഉള്ളിൽ നിന്ന് ആവശ്യമില്ലാത്ത വാക്കുകളെ പുറത്തു കൊണ്ടുവരുന്ന ചില വാക്കുകളുടെ നടുക്കാണ് ഉറക്കം. അവരുടെ കൈകൾ കുന്തമുണ്ട്. എപ്പ കണ്ടാലും തിരിച്ചു കാണിക്കും. എപ്പ കണ്ടാലും നമ്മളോട് രോഗമുള്ളവരാരും നമ്മളെ പറഞ്ഞു പോകും. കയ്യില് കിട്ടും. അല്ലേ? അങ്ങനല്ലേ? ആരെങ്കിലും നമ്മുടെ മുമ്പിൽ ദൈവത്തിനോട് വിരോധമുണ്ടെന്ന് പ്രത്യേകിച്ച് പറയുമ്പോൾ അവന്റെ പല്ലുകൾ കുന്തമായി നിർത്തി അവൻ ചിരിച്ച് കാണിക്കുന്നതിനകത്ത് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നെ ഞാൻ എടുത്തോളാം. പിന്നെ കാണുമ്പോ ചിരി, പുറത്ത് ചിരി, അകത്ത് വിദ്വേഷം. അതാ പറഞ്ഞ അവന്റെ നാവ് നിന്നെ വെട്ടി ചേരിച്ച് കളയുവാൻ തക്കവണ്ണം ശക്തിയുള്ള അതരമാണ് അവന്റെ വായ, അവന്റെ നാവ്. നീ ഒന്നും ഇല്ലാതിരുന്നാൽ നിന്നെ കുറിച്ച് നല്ല വാക്ക് പറയുന്നോ? ആര്? ഈ നാവുള്ളവൻ, വാടുന്ന അവന്റെ നാവ് നിന്നെ ചേരിച്ചില്ല, നിന്നെ നശിപ്പിച്ചില്ല, നിന്നെ ഇല്ലായ്മയാക്കും. ആര്? അവന്റെ നാവ്. നീ എവിടെയാ കിടക്കുന്നത്? നാവും മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ
നീ അവിടെ വസിക്കുന്നത്. പക്ഷെ അവിടെയും ദൈവത്തിന് നിന്നെ മാനിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. 50-ാം സങ്കീർത്തനത്തിന്റെ 19-ാം വാക്യം എന്ന് പറയുന്നത്, നിന്റെ വായി നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിടിക്കുന്നു. അതായത് നേരെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ വായു നീ അറിഞ്ഞുകൊണ്ട് തന്നെ ദോഷത്തിന് വിട്ടുകൊടുക്കുക. ഇത് ഇത്രയും കേട്ടിട്ടും നാളെയും പിന്നെ നീ പോവാം. അങ്ങനെ ഉണ്ടാവരുത്. വചനം കേട്ടിട്ട് മനം തിരിയുന്നവരായി തീരണം. നാളെ പോയിട്ട് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ജീവിക്കാനാണെങ്കിൽ ഈ വചനം നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യരുത്. ഇത് കേട്ട് സത്യം നിങ്ങൾ അറിഞ്ഞവരാകയാൽ നിങ്ങൾക്ക് എന്തുവരും? ശിക്ഷാവിധി കൂടി വരും. 50-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. പിണയ്ക്കുന്നു എന്ന് പറയുമ്പോ നമ്മൾ പായയൊക്കെ നെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? കൊട്ട നെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? പിണയ്ക്കുക എന്ന് പറഞ്ഞാൽ കൂടിയിരുന്ന് ആലോചിച്ച് കൃത്യമായി ഭംഗിയോടുകൂടി ആർക്കും കേട്ടാൽ സത്യമെന്ന് തോന്നുന്നത് പോലെ നുണ പറഞ്ഞുണ്ടാക്കും. അപ്പൊ നിന്റെ വായിലേക്ക് കേൾക്കുമ്പോൾ തോന്നും പുള്ളിക്കാരിയെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറയൂ. ഭർത്താവ് ഭാര്യയെ കുറിച്ച് ഇല്ലാത്തത് പറയൂ. അവർ ഒരുമിച്ചല്ലേ താമസിക്കുന്നത്. അവരെന്ത് ചെയ്യും? ഇല്ലാത്ത അവർ പറയൂ. ഉള്ളതല്ലേ? അത് കേൾക്കുമ്പോ സത്യമെന്ന് തോന്നുന്ന രീതിയിൽ നാവ് വഞ്ചന പിണയ്ക്കുന്നു, അതിനെ കോർത്തണക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനകാരൻ തന്നെ പറയുന്നു 39-ന്റെ 1-ാം വാക്യത്തിൽ, സങ്കീർത്തനം 39-ന്റെ 1. നമ്മളൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. എന്താണ്? എന്റെ നാവ് കൊണ്ട് പാപം ഞാൻ ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കും. ദുഷ്ടൻ അതാരുമായി പറയാം. ഒരു പക്ഷെ യേശു ഗോപിശാല എന്ന് പറഞ്ഞത് ആദ്യമാണ്. ഗോപിശാലയിൽ നിന്ന് തന്റെ കൂട്ടത്തിലുള്ളവരോട് ആദ്യം പറഞ്ഞാൽ പോത്താത്തന്നെ എന്താ പറഞ്ഞതിന്റെ കാര്യം? അവൻ സാധാരണ പറഞ്ഞു. ഒരു നിമിഷത്തിൽ അവൻ സാധാരണ ഉള്ളത് ചിന്തിച്ചു. അതാ പറഞ്ഞ വാക്യം. ഈ പറഞ്ഞ വാക്യത്തിന് അർത്ഥം നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും. എന്താ വെച്ചാൽ നീ സൂക്ഷിച്ചില്ലെങ്കിൽ നിന്റെ നാവ് കൊണ്ട് പാപം ചെയ്യാനുള്ള സാധ്യത നിന്റെ വഴിയിലുണ്ട്. ദുഷ്ടൻ എന്റെ മുമ്പിലിരിക്കുമ്പോ ഒരു പ്രതിജ്ഞ എടുക്കുക, എന്റെ വായ ഞാൻ കടിഞ്ഞാണിട്ട് കാക്കും. എപ്പോഴെങ്കിലും ആവശ്യമില്ലാത്ത വാക്കുകൾ വരുമ്പോ കടിഞ്ഞാണെന്ന് വലിക്കും. അപ്പൊ വായ കടയും മിണ്ടാതെ അല്ലേ? തീരുമാനിച്ചോ? ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോ കടിഞ്ഞാണിട്ട് തുണിച്ചോണം. കാരണം നന്മ അപ്പൊ കൽപ്പിച്ച കൽപ്പന ഇവിടെ വരത്തില്ല, നീതി അവരുടെ മേൽ വരത്തില്ല. അത് തന്നെ വായിച്ചു. നീതിമാനായ ദൈവം തന്റെ കൽപ്പനകളെ നീതിമാന്മാരുടെ മേലെ കൊടുക്കത്തുള്ളൂ. തൂന്ന് പറഞ്ഞെന്ന് പറഞ്ഞത് അത് കിട്ടൂല്ല. തോന്നുന്ന വഴി ജീവിച്ചാൽ അത് കിട്ടത്തില്ല. അത് തന്നെ പറഞ്ഞർത്ഥം. എന്റെ വാളിനെ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ആര് പറഞ്ഞു? അവൻ പറഞ്ഞതാണോ? ഞാൻ പറഞ്ഞു. ഞാനാ തീരുമാനിക്കട്ടെ. എന്റെ നാവിനി എങ്ങനെയാകണമെന്ന് ആരാ തീരുമാനിക്കട്ടെ? ഞാൻ അല്ലേ? ഞാൻ എന്ത് ചെയ്തു? ഉരിയാടാതെ. അപ്പോഴാ ചോദിക്കുന്നത്, നിന്റെ വായില് നാക്കില്ലേ? ഈ പറയുന്ന ഒന്ന് നീ കേൾക്കുന്നില്ലേ? ഇത് വാദമൊന്നും പറയാനല്ല. ദൈവത്തെ യേശു ക്രിസ്തുവിനെ കുറ്റം പിരിക്കാൻ കൊണ്ടുപോയപ്പോ അവൻ ചെയ്തു മൗനമായി. അവരോട് ഒരു ചോദ്യം ചോദിച്ചപ്പോ മാത്രം അത് ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞ? നീ ദൈവപുത്രനോ? അതെ, ഞാൻ തന്നെ. അത് പറയേണ്ടത് ആവശ്യമാണ്. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അവരൊരു ആടിനെ പോലെ മിണ്ടാതിരുന്ന ആടിനെ പോലെ. മിണ്ടാതിരിക്കുന്നതിനൊരു ശക്തി ഒന്നുമേ. നീ വിളിക്കോ, നീ അയച്ചോ, നിന്റെ അനുഗ്രഹം കൊണ്ട് നീ എന്നെ കൂടെ വെച്ചാൽ രക്ഷ വ്യക്തിപരമാണ്. നിന്നെ കൊണ്ടുപോകാമെന്നുള്ള ഗ്യാരണ്ടി ഒന്നും കർത്താവിന് ഞാൻ കൊടുത്തിട്ടില്ല. നിന്നെ നന്നാക്കി ഞാൻ അടങ്ങത്തോളൂ എന്നുള്ള വാക്കും വാഗ്ദത്വമൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ലെന്ന് ഞാൻ പറയണം. അത് പറയണം, അത് പറയണം. ഉണ്ടോ? അല്ലേ? ഭൂത് കയറി കയറി വാക്യം വായിച്ചു പോകുമ്പോ ഉറക്കം വരും. അല്ല, ഇത് ബൈബിൾ ക്ലാസ് ആയപ്പോഴാണ്
ഇത്രയും വാക്യം വായിക്കുന്നത്. ആമേൻ. വാക്യം വായിക്കണം. വാക്യം വചനത്തിൽ ഉണ്ടെന്ന് നമ്മൾ അറിയണ്ടേ? ഇല്ലാത്ത കാര്യമാണോ പറയുന്നത്? എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിൽ തീയത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. 37 സങ്കീർത്തനം 30 വാക്യം. നീതിമാനായ എന്റെയും നിന്റെയും വായിൽ ജ്ഞാനം പ്രസ്താവിക്കും. അവന്റെ നാവ് ന്യായം സംസാരിക്കും. ന്യായമായതിനകത്ത് മാത്രമേ നീതിമാൻ തീരുള്ളൂ, ഇടപെടുള്ളൂ. നിനക്ക് ഇടപെടാൻ പറ്റുന്നതാണോ ഒരു കാര്യം കേൾക്കുമ്പോ അറിയാൻ പറ്റണം. ന്യായമാണോ പറയുന്നത്, അന്യായമാണ് പറയുന്നതെങ്കിൽ വേർപെട്ടവർ അതിനകത്ത് കൈകാൻ പോകരുത്. വേർപെട്ട സമൂഹത്തിനുള്ള പ്രത്യേകതയെ കുറിച്ച് പറയുന്നത്. ഞാൻ ദൈവവചനം പഠിപ്പിക്കാനായിട്ട് ഞാൻ അതിന്റെ പ്രിപ്പറേഷൻ ഇന്നലെ 1-2 മണിക്കൂർ ഇരുന്ന് എഴുതി. ആ എഴുതിയ വാക്യം പുസ്തകം മാറ്റി വെച്ചിട്ട് ഇത് പറയുന്നത്. എന്റെ വേറെ ഒന്നുമില്ല, എന്റെ ഈ വാക്യങ്ങൾ മാത്രമേ. മൊബൈൽ തോന്നി ഫോൺ ആ വാക്യങ്ങളൊന്നും നോക്കിയില്ല, കാരണം നമ്മുടെ ഫോണിൽ റെക്കോർഡില്ല. വാക്യങ്ങളിൽ നിന്ന് മാത്രമാണ് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് സംസാരിക്കുന്നത്. ഇതെന്ത് ചെയ്യുള്ളൂ? ക്രിയ ചെയ്യത്തുള്ളൂ. ഏത് ദൈവത്തിന്റെ വചനമേക്ക് ഞാനിവിടെ കിടന്ന് പ്രസംഗിക്കുന്നൊന്നും കാര്യമില്ല, ഞാനിവിടെ കിടന്ന് പെർഫോം ചെയ്യുന്നൊന്നും കാര്യമില്ല. ദൈവത്തിന്റെ വചനം അയച്ച് ഞാൻ അവരെ വിടുവിക്കും. ആരെ? വിടുതൽ വേണ്ടവരെ. നിങ്ങൾക്ക് വിടുതൽ വേണോ? എനിക്ക് വിടുതൽ വേണോ? എന്നെ ഇതിനെ എന്ത് ചെയ്യും? വിടുവിക്കും. ഹല്ലേലൂയ. 35-28 വാക്യത്തിൽ എന്താ പറയുന്നത്? എന്റെ നാവ് നിന്റെ നീതിയെയും നാളെല്ലാം നിന്റെ സ്തുതിയെയും വർണ്ണിക്കും. ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. ആര്? ആരാണ്? ഞാനൊരു തീരുമാനം എടുത്തു. ഇനി എന്റെ നാവ് കൊണ്ട് ആരുടെ നീതി? ദൈവത്തിന്റെ നീതിയെയും നാളല്ല. ഏത് നാളല്ല? ജീവനാളല്ല, മരണം വരെ ഞാനിനി ഒന്നേറെ സ്ഥാപിക്കുന്നു. എന്ത്? ദൈവത്തിന്റെ സ്തുതിയെ പ്രസ്താവിക്കുവാൻ എന്റെ നാവിനെ ഞാൻ ഉപയോഗിക്കും. എന്നത് ഒരിടമാണ്. വിടമാണോ? ആമേൻ. സങ്കീർത്തനം 31:20 എന്താ പറയുന്നത്? നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന വ്യക്തിയെ ദൈവം മനുഷ്യരിൽ നിന്നും വിടുവിക്കുവാൻ പോവുകയാണ്. എന്നിട്ട് ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ആ തീരുമാനം എടുക്കുന്ന വ്യക്തിയെ മറയ്ക്കുവാൻ പോവുകയാണ്. നാവുകളുടെ വക്കാണം. നമ്മൾ ചാലക്കുടി തൃശ്ശൂരുകാരുടെ വാക്ക് പറയാം, വക്കാണം കൂടല്ലേ? എന്താ വക്കാണം? വഴക്കുണ്ടാക്കല്ലേ? എന്ത് വക്കാണമാണ് അവർ പറഞ്ഞത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തൊരു വക്കാണോ പറഞ്ഞേ? കൂടെ പറഞ്ഞേ കേട്ടോ. വക്കാണെന്ന് പറഞ്ഞ വഴക്ക്. നാവുകളുടെ വഴക്കിൽ നിന്നും രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. നിന്റെ ഭവനത്തിനകത്ത് നിന്നെ മറയ്ക്കും. ദൈവത്തിന്റെ തേജസ്സിനകത്ത് നിന്നെ മറയ്ക്കും. നീ എത്രയടുത്ത് നീ എത്തിച്ചേരും. എങ്ങനെയാണെങ്കിൽ നിന്റെ നാവിനെ നീ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നെങ്കിൽ ദൈവം നിന്നെ മാനിക്കുവാനിടയായി ചെയ്യും. പറയുന്നു, നിന്റെ കൂട്ടുകാരുടെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്നും വേറെ ആർക്കും രക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ വാക്യം അങ്ങനെ എഴുതി വെച്ചത്. ഒരു മാനുഷിക ശക്തിക്കോ ഒരു മാനുഷിക ഉപദേശങ്ങൾക്കോ നിന്നെ എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. രക്ഷിക്കാൻ കഴിയുന്ന ദൈവം പറയുകയാണ്, മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്നും ഞാൻ നിന്നെ വിടുവിക്കും. സങ്കീർത്തനം 12:4 എന്താ പറയുന്നത്? ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനനാണ് എന്ന് അവർ പറയുന്നു. ഞങ്ങളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു. ഞങ്ങളിൽ ഒരു രൂപാന്തരം സംഭവിച്ചു. എന്താണെന്നറിയാമോ? അവർ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആര്? ഈ മനുഷ്യർ. ഒന്നുകൂടെ വായിച്ചാൽ. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ഇന്നലെ വരെ തോറ്റിയെടുത്ത്, ഇന്നലെ വരെ നിരാശനായി എടുത്ത്, ഇന്നലെ വരെ പരസ്യബോധമായി എടുത്ത് ദൈവത്തിന്റെ ആത്മാവുള്ളവൻ പറയുകയാണ്, ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും. ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ. ഞങ്ങൾക്ക് യജമാനനാണ് എന്ന് അവർ അവരുടെ യജമാനനാരെന്ന് അവർ ചോദിക്കും. ആര് ചോദിക്കും?
കൂട്ടത്തിൽ നിന്റെ കൂടാരത്തിനകത്തേക്ക് നിന്റെ തിരുനിവാസത്തിന്റെ മറവിൽ മറച്ച കർത്താവ് പറയുക, നിന്നെ ഞാനൊരു ജാതിയാക്കി വേർപെട്ട കൂട്ടമാക്കി നിന്റെ നാവിന്റെ മേൽ അഭിഷേകത്തെ തന്ന നിന്റെ മേൽ അന്ധകാലത്തിന് മേലുള്ള ആദികാലത്തെ തന്ന നിന്നെ നിർത്തുന്ന അവരുടെ ദൈവമുണ്ടോ അതേ നിങ്ങളുടെ ശക്തിയെ അതാണ് നാവിന്റെ അധികാരം. സങ്കീർത്തനം 5:9. അവരുടെ വായിലൊട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവ് കൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ഇവിടെ നമ്മൾ ഒരു കാര്യം ക്ലോസ് ചെയ്ത് പറയുകയാണ്. എന്താണെന്നറിയാമോ? മനുഷ്യർ ആരാണ്? വേർപെട്ട സമൂഹത്തിൽ നിന്നും മാറി നിൽക്കുന്നവരാരാണ്? ഒന്നുകൂടെ വായിച്ചേ, അവരാരാണ്? അവരുടെ വായിൽ ഒട്ടും നേരില്ല. അവരുടെ വായിൽ ഒട്ടും നേരില്ല. ആരുടെ വായിൽ? നിനക്ക് ചുറ്റും നിൽക്കുന്ന മനുഷ്യരുടെ വായിൽ ഒട്ടും നേരില്ല. നേരായുള്ളതൊന്നും അവർ പറയത്തില്ല. അവരുടെ അന്തരംഗങ്ങളെല്ലാം അവരുടെ അവയവങ്ങളെല്ലാം നാശത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അവയവങ്ങളാണ്. അവരുടെ തൊണ്ട തുറന്ന ശവകുഴിയാണ്. അവർ നമ്മുടെ മുമ്പിൽ മധുരവാക്കുകൾ പറയുന്നുണ്ടെങ്കിലും മാറി നിന്ന് നമ്മളെ കുറ്റം വിധിക്കുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിലുള്ള സകല ദുഷ്ടന്മാർക്കും ദൈവത്തിന്റെ മക്കൾക്കും ദൈവം മഴയും മഞ്ഞും വെയിലും കൊടുക്കുന്ന ദൈവമാണ്. അതുപോലെ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ഉള്ളത് തന്നെയാണ് നമുക്കുള്ളത്. എന്നാൽ നമുക്കൊരു വ്യത്യാസം വേണം, നമുക്കൊരു വേർപാട് വേണം. നമ്മൾ വേർപാടാതിരിക്കുന്നവരായിരിക്കണം. നമ്മുടെ നാവിന് വേർപാട് വേണം. നമ്മളൊരു പുതിയ തീരുമാനത്തിലേക്ക് എത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ യോബിന്റെ പുസ്തകം 27-ാം അധ്യായം 4-ാം വാക്യം വായിച്ച് നാം ആ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഈ യോബ് എന്താണ് പറയുന്നത്? ഇനി കർത്താവേ, എന്റെ ആധാരം കൊണ്ട് ഞാൻ നീതികേട് സംസാരിക്കുകയില്ല. എത്ര പേർക്കത് പറയുവാൻ കഴിയും? കർത്താവേ, എന്റെ നാവ് ഇനി വ്യാജം ഉച്ചരിക്കത്തില്ല. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്നു കൊടുത്താണ്. ഒരു ചെറിയ അവയവമെങ്കിലും അതൊരു ചെറിയ തീയാണെങ്കിൽ വലിയ കാരണത്തിക്കുന്നത് പോലെ അതിന് അനുഭവങ്ങളാണ് മനുഷ്യരുടെ നടുവിലുള്ളത്. അവരിൽ നിന്ന് ഞങ്ങൾ വേർപെട്ടവരായി മാറട്ടെ. ഞങ്ങളുടെ നാവിനെ സൂക്ഷിക്കുവാൻ, ഞങ്ങളുടെ സംസാരങ്ങൾ, ഞങ്ങളുടെ ഇടപാടുകൾക്ക് ദൈവത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ കാര്യങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളിൽ പകരപ്പെടുന്ന അന്യായമായതിന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. ദൈവത്തെ അറിയാമല്ലാത്തതിന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി കാലഘട്ടമായി ഞാൻ ഏറ്റു പറയുന്നു. യോജിക്കപ്പെട്ട ഹൃദയത്തോടെ ഇന്ന് രാത്രി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ നമുക്ക് പറയുവാൻ കഴിയുമോ? എന്റെ അതരവും നീതികേട് സംസാരിക്കുകയില്ല. എന്റെ നാവിനെ വ്യാജം ഉച്ചരിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവിനെ പുതിയ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ അടുത്തു വരുന്നു. കർത്താവിനെ ആഗ്രഹിക്കുന്നത് പോലെ വ്യാജം പറയാൻ നീതികേട് സംസാരിക്കാൻ ഒരു നാവാക്കിനെ മാറ്റണം. കർത്താവ് ഞങ്ങളെ കുറിച്ചുള്ള ശത്രുക്കൾ ഞങ്ങളെ കുറിച്ച് അറിയാത്തത് പറയുമ്പോൾ ഞങ്ങളെ കൂടി ഞങ്ങളെ
കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കഠിനമായിട്ട് സൂക്ഷിക്കുക. കർത്താവേ, ഞങ്ങളുടെ മേൽ പകരപ്പെടണമേ എന്ന് ഞങ്ങളുടെ കാലം മാത്രമേ പ്രാർത്ഥിക്കുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാപരിശുദ്ധനും നിശ്ചയമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങയുടെ വചനപ്രകാരം കർത്താവേ, അങ്ങയുടെ നാമം കൊണ്ട് ഗാനം പാടുവാൻ എന്റെ ഹൃദയത്തിൽ നൂതന ഗാനം വീട്ടുവാൻ കർത്താവേ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്റെ വായിൽ സംസാരിക്കുവാൻ ദൈവത്തിന്റെ വചനങ്ങളുടെ വായിൽ പുറപ്പെട്ടു അവര് മറ്റുള്ളവർ കാണുകയും കർത്താവേ, ദൈവത്തെ അഭിമാനത്തോളം പരിശുദ്ധിയാത്മാവിന്റെ ഞങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കേണ്ടത് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നത് കർത്താവേ. രാത്രി ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.